ഹല്ലേലൂയ. നമുക്ക് കണക്കിലും പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ മനോഹരമായ സായാഹ്നത്തിൽ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ജീവിതയാത്രയിലെ പ്രകാശമായും ഞങ്ങളുടെ യാത്ര സ്വർനിത്യത്തിലേക്ക് അത് സുഗമമായി തീരേണ്ടതിന് ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് അറിയുവാൻ ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹത്തോടെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ തങ്ങളുടെ ദൈവരാജ്യം അങ്ങ് സ്ഥാപിക്കാൻ വന്നു. അങ്ങ് ലോകത്തിൽ പ്രസംഗിച്ചതും അങ്ങ് ശിഷ്യന്മാർ അഴച്ചപ്പോൾ പറഞ്ഞതുമായ ദൈവരാജ്യത്തെക്കുറിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ കലം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പിതാവിന് ഞങ്ങളുടെ പ്രാണപ്രിയന്റെ ഹൃദയം അറിയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഉണർത്തുന്ന കൃപക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വഴിയാത്ര അയക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ, വേഗത്തിൽ ഒരുമിച്ച് ഞങ്ങൾ കൂടുവാൻ, കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് വളരുവാൻ, നിത്യതയിലേക്ക് ഒരുമിച്ച് യാത്ര തുടരുവാൻ, ഒരുമിച്ച് കർത്താവ് ആത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണം. ഇടർച്ചകളൊന്നുമില്ലാതിരിപ്പാൻ, ഒരേ ആത്മാവിലും ഒരേ ഉപദേശത്തിലും ഒരേ പ്രത്യാശയിലും നിറഞ്ഞു വരുവാൻ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് കേൾക്കുന്ന വചനങ്ങളിൽ ഞങ്ങളുടെ അകത്ത് പ്രകാശമായി വെളിപ്പാടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമായി തീരുവാൻ, എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളൊക്കെ മാറ്റി ഉണർവോടെ ഇരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഉണർത്തുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നാം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എവിടെയാണ് ദൈവരാജ്യത്തിൽ ജനിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകളെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ജനനം, ഈ ലോകത്ത് 2 തരം ജനനമുണ്ടെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ആ ദൈവരാജ്യത്തിനകത്ത് ജനിച്ചിരിക്കുന്ന ദൈവ കുഞ്ഞിന് അല്ലെങ്കിൽ ദൈവ പൈതലിന് അവൻ്റെ ദൈവജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏതാണ്ട് 3, 4, 5, 6 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ദൈവജീവന്റെ പ്രാധാന്യത, 2 വ്യത്യസ്തമായ ജീവന്, 3 ജീവനുണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനും നമ്മുടെ ദേഹത്തിനൊക്കെ വ്യത്യസ്തമായ ജീവനുകളുണ്ട്. എന്നാൽ നിത്യജീവനായ ക്രിസ്തുവിന്റെ ജീവന് മാത്രമേ നമ്മളെ വളർത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ നാളുകളായി ഏറെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് ജനിച്ചത്? നമ്മൾ വീണ്ടും ജനം സംഭവിച്ചു. എവിടെയാണ് നമ്മൾ വീണ്ടും ജനിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എവിടെയാണ് വീണ്ടും ജനിച്ചത്? ദൈവരാജ്യത്തിനകത്തല്ലേ? പിന്നെ നമ്മളിലേക്ക് നോക്കിയാൽ നമ്മൾ എവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്ത്, ദൈവം തന്ന പുതിയ ഹൃദയത്തിനകത്ത് ഒരു പുതിയ ജനനം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട് ആ ദൈവജീവൻ നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനും മൂടണമെന്ന നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 4500 വർഷങ്ങൾക്ക് മുമ്പ് മറച്ചു വെച്ച മമ്മി എന്ന് പറയുന്ന ഡെഡ് ബോർഡ് അകത്തിരിക്കുന്ന ആ വിത്തിനകത്ത് പോലും ജീവനുണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ വീട്ടുകാരിലേക്ക് മടങ്ങി വരികയാണ്. എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് കണ്ടു. ഇമേജും അതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയുക, ദൈവനെ സ്വരൂപവും സാദൃശ്യം സൃഷ്ടിച്ചു. എന്താണ് സ്വരൂപമെന്നും സാദൃശ്യമെന്നും നമ്മൾ കണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സ്പിരിറ്റിലെ ജീവനെക്കുറിച്ചും ആത്മാവിലെ ജീവനെക്കുറിച്ചും ഒക്കെ, സ്പിരിറ്റ്, സോൾ, ബോഡിയിലെല്ലാം 3 വ്യത്യസ്തമായ ജീവനെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. അതിലേക്ക് കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വേഗത്തിൽ നമ്മൾ നയിക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് 2 തരം ജീവനുകൾ നമ്മുടെ അകത്ത് ഓടുന്നുണ്ടാകും അല്ലേ? ഏതൊക്കെയാ? ഒന്ന്, ആദമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു ജീവനും, അത് നമുക്കുണ്ട്. ആ ജീവനെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? സുഖ എന്ന് പറയുന്ന ആദമിൽ വെളിപ്പെട്ടു വന്ന ജീവൻ, നമ്മുടെ എല്ലാം അവയവങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച നിത്യജീവൻ അല്ലെങ്കിൽ സ്വയെ എന്ന് പറയുന്ന ദൈവജീവനെ കുറിച്ച് 2 വ്യത്യസ്തമായ ജീവനുകളാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ആളുകളേറെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സോളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദമിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ, സുഖ എന്ന് പറയുന്ന ജീവൻ, അത് നരകത്തിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അത് നിത്യതയിൽ കടക്കത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല എന്ന് നമുക്ക് കണ്ടു. എന്നാൽ നമ്മുടെ ആത്മാവിൽ വെളിപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്ന ആ യഥാർത്ഥ സ്വയ എന്ന് പറയുന്ന ജീവന് മാത്രമേ എന്നെ സ്വർഗീയ പർദീസയിൽ എത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമുക്ക് കണ്ടായിരുന്നു. 2 ജീവനും നിത്യതമായ 2 ജീവൻ, നിത്യമായ ജീവനാണ് 2 അല്ലേ? ഒന്ന് നരകത്തിൽ നിത്യത കഴിക്കുന്നു, മറ്റൊരു സ്വർഗത്തിൽ നിത്യത കഴിക്കുന്നു. നമുക്ക് നരകത്തിൽ നിത്യത കഴിക്കുവാൻ ഈ ജീവൻ മതി, ആദമിന്റെ ജീവൻ മതി അല്ലെ? വേറൊരു ജീവന്റെ ആവശ്യമില്ല. നമുക്ക് ഹൃദയത്തിൽ നിന്ന് സകല ജാഗ്രതയോട് നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചു കൊള്ളുക, അവിടെ നിന്നല്ലോ ജീവന്റെ ഉറവ. 4:23 സദൃശവാക്യം പറയുന്ന നമ്മുടെ അകത്തുള്ള സോളിന്റെ ജീവൻ എവിടെന്നാ ഒഴുകുന്നത്? സോളിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലേ? പണ്ട് പഠിച്ചൊക്കെ അറിയാം. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്
ഈ ലോകത്തിൽ ജീവിക്കുവാനും നമ്മളെ വലിയവനാക്കാനൊക്കെ കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. പക്ഷേ അതിന് ഒടുക്കം നരകം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ മടക്കി തരുവാൻ, നമ്മെ മടക്കി കൊണ്ടുപോകുവാനും ദൈവം നമ്മുടെ അടുക്കിലേക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ജീവനാണ് സ്വയെ എന്ന് പറയുന്ന ദൈവജീവൻ. രണ്ടും ഒരു വിത്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. രണ്ടിന് ഡെസ്റ്റിനേഷൻ വ്യത്യാസമാണ്. ഒന്ന് നിത്യതയിൽ സ്വർഗത്തോടുകൂടി പർദീസ പങ്കിട്ടുകൊണ്ട് അല്ലേ ജയാളികളെ നമ്മൾ ജീവിക്കുന്നു. മറു സൈഡിൽ നമ്മുടെ സുഖേ ജീവൻ, ദേഹി ജീവനും അത് നിത്യമായതുകൊണ്ട് എങ്ങനെയാണ് സുഖേ ജീവൻ നിത്യമായെന്നുള്ളത് വേറൊരു ക്ലാസ്സാ. നമുക്കറിയാം, മരങ്ങൾക്ക് വളരുന്ന ജീവനുണ്ട്, മൃഗങ്ങൾക്ക്, പക്ഷി മൃഗാദി ഇഴജാതി എല്ലാവർക്കും വളരുന്ന ജീവൻ, ബോഡി ജീവനുമുണ്ട്, ദേഹി ജീവനുമുണ്ട്. എന്നാൽ അവർക്ക് നിത്യതയില്ല. എന്നാൽ മനുഷ്യന് വളരുന്ന ജീവനുമുണ്ട്, അല്ലെങ്കിൽ ബോഡി ജീവനുമുണ്ട്, സോൾ ജീവനുമുണ്ട്, ഒരു ആത്മജീവനുമുണ്ട് അല്ലേ. അപ്പോൾ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായ നശിച്ചു പോകുന്ന മൃഗത്തിൽ തുല്യമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് സോൾ, ബോഡി ജീവനുമുണ്ട്, അല്ലെങ്കിൽ ബയോസ് എന്ന് പറയുന്ന ജീവനും ദേഹി ജീവനും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ സുഖേ അല്ലെങ്കിൽ നമ്മുടെ ദേഹി ജീവൻ നിത്യമായി തീരാൻ കാരണം നമ്മുടെ അകത്ത് ഒരു ആത്മാവ് വന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ദേഹി മരണമില്ലാതായിരിക്കുന്നത്. ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കും ദേഹിയുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ പണ്ട് പഠിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മൃഗങ്ങൾക്ക് എന്തുണ്ട്? ദേഹി ജീവനുണ്ട് യോബ് പറഞ്ഞതുപോലെ. പക്ഷെ ആ ജീവന്, ബുദ്ധിയും ഇച്ഛാശക്തിയൊക്കെ ഉള്ള ജീവന് നിത്യമല്ല. കാരണം അതുങ്ങൾക്കില്ലാത്ത, മരങ്ങൾക്കില്ലാത്ത, ബാക്കിയുള്ള പക്ഷി ഇഴജാതി മൃഗങ്ങൾക്ക് ഒന്നിനുമില്ലാത്ത ഒരു ജീവൻ നമുക്ക് ദൈവം ഒഴുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ആത്മജീവൻ എന്ന് പറയുന്നല്ലേ. ആത്മാവ് വന്ന് നമ്മുടെ ജഡത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ശ്വാസം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സ്പിരിറ്റിനെ ഊതി കൊടുത്തപ്പോഴാണ് നമ്മുടെ സോൾ യഥാർത്ഥമായി നിത്യമായി മാറിയത്. ഗ്രഹിച്ചോ ഇല്ലയോ? കടുകട്ടിയൊന്നുമില്ലല്ലോ? ഇല്ല, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ സുഖേ ജീവനും ഈ സ്പിരിറ്റും രണ്ട് വ്യത്യസ്തമായ ഡെസ്റ്റിനേഷനിൽ പോവുക. നമ്മൾ അതിനെക്കുറിച്ച് കണ്ട കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഇതൊരു വിത്താണ്. ദൈവജീവൻ എന്ന് പറയുന്നത് സാധനമാ. സുഖേ ജീവനാണെങ്കിലും ദൈവജീവനാണെങ്കിലും അത് ഒരു വിത്താണ്. എന്റെയും നിങ്ങളുടെയും അകത്ത് ദൈവം വെച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം, ആദമിൽ ദൈവം വെച്ച വിത്തുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവജീവൻ, നിത്യജീവനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ആദമിൽ ദൈവം വെച്ചൊരു ജീവനുണ്ട്, അതിന്റെ പേര് സുഖേലേ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. നമുക്ക് പഠിച്ച് വിദ്യാഭ്യാസം നേടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ കഴിയും അല്ലേ. അതിനെ വളർത്തുന്നത് പോലെ ഇരിക്കും ആ ജീവനെ നമ്മൾ ആസ്വദിക്കുന്നത്. എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ ആദമിലുള്ള നാം ആത്മാവിൽ മരിച്ച ഭൂമിയിൽ ജനിക്കുമ്പോൾ, ആത്മാവിൽ മരിച്ചവരായി ഭൂമിയിൽ നാം ജനിക്കുമ്പോൾ നമ്മുടെ അകത്തൊഴുകുന്ന ഒരു ജീവനുണ്ട്. ജീവന്റെ പേരെന്താ? ദേഹി ജീവൻ, സുഖേ ജീവൻ. അതൊരു വിത്ത. അത് നമ്മൾ വളരുമ്പോൾ അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അല്ലേ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. നമുക്ക് പഠിച്ചു വലിയവനാകാം, സമ്പാദ്യം നേടാം, ബുദ്ധികളൊക്കെ വികസിപ്പിക്കാം, നമുക്ക് ലോകത്തിൽ മാനവും ഒക്കെ നമുക്ക് സമ്പാദിക്കാം ഇല്ലേ. ആ വിത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ജീവനുണ്ട് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന, പുതിയ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദൈവജീവൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായിട്ട്. അതിനെത്രത്തോളം നാം കൈകാര്യം ചെയ്യുന്നുവോ അത്രത്തോളം ആ ജീവൻ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് ആഴങ്ങളിൽ കടന്നു വരും. ഹെറിഡിറ്റിയെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയാ, ഇന്നലെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ കാര്യമാണ്. ഒരു കുരങ്ങനെയും ചാട്ടം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്കൂളിലും ചാട്ടം അല്ലേ, മരങ്ങൻ ചാട്ടം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു പൂച്ചക്കുഞ്ഞ് ജനിക്കുമ്പോൾ അത് കണ്ണ് തുറന്നില്ലെങ്കിലും അത് തപ്പിക്കണ്ടുപിടിച്ച് അമ്മയുടെ പാല് കുടിക്കും. അതിനെ ഒരു സ്കൂളിലും പഠിപ്പിക്കേണ്ട. ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്ന സ്വയേ ദൈവജീവന്റെ പ്രാധാന്യം. ഞാൻ എങ്ങനെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ സ്വർഗീയനായി മാറുന്നത്, ഒരു ആത്മീയനായി ഞാൻ മാറുന്നത് എങ്ങനെയാ, ഞാൻ എങ്ങനെയാ ആ സ്പിരിച്വലി വളരുന്നത്? ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചാൽ കിട്ടത്തില്ലത്, പ്രാർത്ഥിച്ചതും കൊണ്ടും കിട്ടത്തില്ലത്, ഉപവസിച്ചാലും അതൊക്കെ അതിലേക്കുള്ള വഴികൾ മാത്രമാണ്. പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? എൻ്റെ അകത്ത് വന്ന ദൈവജീവൻ വളരുമ്പോൾ എൻ്റെ അകത്തുള്ള ആ ജീവന്റെ അകത്ത് വെച്ച സകലതും പുറത്തേക്ക് ഒഴുകി വരികയാണ്. അങ്ങനെ നാം വിശുദ്ധി ജീവിക്കുന്നത്. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്രയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരു വാഗ്മീയ മനുഷ്യൻ ഒരു കാട്ടാളൻ എന്താ പറയുക,
മലയിൽ പോയിട്ട് കാട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നതല്ല, പണ്ട് അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, മറന്നുപോയി. ഹിന്ദു ശാസ്ത്രമൊക്കെ മറന്നുപോയി എന്തൊക്കെയാണ് അല്ലേ. ഉപവസിക്കുന്നതല്ല, തപസ്സരിക്കാൻ പോയി എല്ലാം മറന്നുപോയി. തപസ്സരിക്കാൻ പോയി. കഠിനമായ തപസ് കാരണം സ്വർഗത്തിലെ ഇന്ദ്രന്മാരൊക്കെ കിടുകിടാ വിറച്ച്, എങ്ങാനും ചോദിച്ചാൽ സ്വർഗം പോലും അവന് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പേടിച്ചിട്ട് ഇന്ദ്രനും കൂട്ടുകാരൊക്കെ താഴേക്ക് ഇറങ്ങിയെന്ന് പരമശിവന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നീ ഒന്ന് തപസ്സിനെ ഒന്ന് ഇളക്കണമെന്ന് പറഞ്ഞ്, അല്ലേ. ഇളക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ സിംഹാസനം നഷ്ടമാകുമെന്ന് അറിഞ്ഞപ്പോൾ കൊടിയ തപസ്സിന്റെ മുമ്പിലേക്ക് അവിടെ നിന്നൊരു രംഭയെ ഇങ്ങനെ ഭൂമിയിലേക്ക് തോം എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് അഴച്ചു. ആ മാസങ്ങളും വർഷങ്ങളുമായി പുറ്റുകൾ നിറഞ്ഞിരിക്കുന്ന അത്ര കൊടിയ തപസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ വന്ന് ഒരു കന്യക വന്ന്, കന്യകയാണെന്ന് അറിയത്തില്ല, എന്തോ ആവട്ടെ, ഞാൻ അങ്ങനെ പറയുക, കന്യക വന്നിട്ട് ഒരു തോം അടിച്ചപ്പോ ഇവന്റെ തപസ്സും പോയി, എല്ലാം പോയി. ഇവൻ ആ പെണ്ണിന്റെ കൂടെ പോയ ചരിത്രമേ നമുക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന നമ്മുടെ ലോകത്തിൽ നമ്മൾക്ക് സമ്പാദിക്കുന്ന, നാം സ്വയം നേടുന്ന നമ്മുടെ എല്ലാം വിശുദ്ധിയൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ അറിയണം. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവജീവൻ അകത്താണ് ദൈവത്തിന്റെ മുഴുവൻ ക്യാരക്ടറും ഇരിക്കുന്നത്. വിശുദ്ധി, നിർമ്മലത, അല്ലെ, വിശ്വസ്തത, പരോപകാരം, ദയ, കരുണ, ഇതൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കുന്നതല്ലേ ഇത് എന്നിൽ വന്ന എൻ്റെ പുതിയ മനുഷ്യനിൽ ഞാൻ ക്രിസ്തുവിനെ പടം വരച്ചിട്ടുണ്ട്. അത് വിത്ത. ആ വിത്തിനെ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം എൻ്റെ ആ ജീവൻ വെളിപ്പെട്ട് വരികയാണ്. അതിനകത്തുള്ള സകല ക്യാരക്ടറും ദൈവികമായ സ്വഭാവങ്ങളും എന്നിൽ അറിയാതെ വെളിപ്പെട്ട് വരികയാണ്. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്നും വേണ്ടില്ല നിങ്ങൾക്ക്. അതേ ആഗ്രഹമുള്ള നമുക്കല്ലേ. പക്ഷെ എങ്ങനെയാ വരുന്നത്? വർഷം കുറേയല്ലോ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, പാപത്തെ ജയിക്കാൻ നോക്കിയിട്ട് വല്ല ഗുണമുണ്ടോ? കഴിയുന്നില്ല. നമുക്ക് കഴിയാത്തത് ഒറ്റക്കാരും ആ ദൈവജീവന്റെ പ്രാധാന്യത നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു 4-5 ആഴ്ചയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. ഹല്ലേലൂയ. അതൊരു വിത്താണ്. രണ്ടും പറഞ്ഞു, രണ്ടും ഒരു സീഡ് പോലെ നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുക. ഒരുവൻ അതിനെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത അറിഞ്ഞിട്ട് തൻ്റെ ജീവനേക്കാൾ, ആ വിത്തിനേക്കാൾ, സുഖേ ജീവനേക്കാൾ ആ ദൈവജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നുവോ, അതിനുവേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുക്കുന്നുവോ, അവൻ ആ ജീവനെ നേടിയെടുക്കും ഈ ആയുസ്സിൽ. ഞാൻ പിന്നീട് സമയമുള്ളതുപോലെ പഠിക്കും. 2 ജീവൻ ദൈവം നമുക്ക് നൽകിയിട്ട് സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ സുഖജീവന് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് പ്രാധാന്യമുണ്ട് ദേഹി ജീവന്. കാരണം ആ ജീവനിൽ നിന്നുകൊണ്ടാണ് മറ്റു ജീവൻ നമ്മൾ സമ്പാദിക്കുന്നത്. എൻ്റെ വാക്കുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ സുഖേ ജീവനകത്ത് ദേഹി ജീവൻ പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ ജീവനിൽ നിന്നുകൊണ്ടാണ് ആ ദൈവജീവനെ നാം വളർത്തിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കർത്താവ് അനുവദിച്ചാൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ 2 വിത്തിനെ കുറിച്ച് നമ്മൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. 1 Corinthians 15:35 പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്ന്, ഏത് ശരീരത്തോടെ വരുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ദൈവരാജ്യത്തിന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ശരീരങ്ങളെ കുറിച്ചും, അല്ലേ, സ്പിരിച്വൽ ബോഡി, ഗ്ലോറിഫൈഡ് ബോഡി, എന്താ പറയുക, റിസറക്റ്റഡ് ബോഡി, ഒട്ടനവധി ബോഡിയെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ തേജസ് എങ്ങനെയാണ് ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. എന്നാലും ഒരു വാക്കെടുക്കുക. അതിന് 36ാമത്തെ വാക്യം, മൂടാ നീ വിതച്ചത്, ഞാൻ അത് മാത്രം എടുക്കാൻ വേണ്ടിയാണ്. മൂടാ നീ വിതച്ചത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഒരൊറ്റ വാക്കെടുക്കുക. മൂടാ നീ വിതച്ചത് ചത്തില്ല എങ്കിൽ നീ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല. അത് മറ്റൊരു ടോപ്പിനെ കുറിച്ചാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. ഒരുപാട് വ്യത്യസ്തമായ ബോഡിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവിടുത്തെ കേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാ, കർത്താവ് ഇന്ന് ലോകത്തിൽ ഇഷ്ടംപോലെ വെറൈറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ടല്ലേ, അല്ലേ. കറുത്ത വർഗ്ഗക്കാർ, നീഗ്രോസ് ഒക്കെ പോലുള്ള കറുത്ത വർഗ്ഗക്കാർ, പിന്നെ വെള്ളവർഗ്ഗക്കാർ, അല്ലേ, സായിപ്പന്മാരെ പോലെയുള്ള നല്ല സുന്ദരമായ ആൾക്കാർ, പിന്നെ ഒരുപാട് വ്യത്യസ്തമായ ഭംഗിയുള്ള ഒത്തിരി വ്യത്യസ്തമായ ആൾക്കാരെ ദൈവം ഭൂമി സൃഷ്ടിച്ചത്. നമ്മളെപ്പോലെ ഇരുനിറമുള്ള ആൾക്കാരെ സൃഷ്ടിച്ചു, അല്ലേ. ഇതൊക്കെ ദൈവത്തിൽ തെറ്റുപറ്റിയതാണോ? ഇല്ല. ദൈവം അപ്പൊ പക്ഷാപാതം കാണിച്ചോ? ചിലരെയൊക്കെ മാത്രം ഭംഗിയുള്ളവരായി സൃഷ്ടിച്ചു, നമ്മളെയൊക്കെ മാത്രം കോലം കെടുത്തി. നമ്മളൊക്കെ സർവാംഗസുന്ദരിനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മൾ അങ്ങനെ തന്നെ വിളിച്ചു പറയണേ. നമ്മളെ കൊള്ളൂല്ലെങ്കിൽ, കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? സർവാംഗസുന്ദരി. കർത്താവ് നമ്മെ വിളിക്കുന്ന അങ്ങനെയാ, ആണോ ഇല്ലേ? നമ്മൾ ആ കർത്താവ് വിളിക്കുന്ന പോലെ അങ്ങ് വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞത്, ഇത് വ്യത്യസ്തമായ ഇങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചതൊക്കെ ദൈവത്തിനെ അറിവില്ലായ്മ കൊണ്ടല്ല. ഇതെല്ലാം നിത്യമായതിനെ ബാധിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ തേജസ്സിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഹലോ, അതിലേക്ക് വരും, ആഴമായി പഠിക്കും.
ഈ കാണുന്ന ഫ്ലാറ്റ് സിസ്റ്റം പോലും ഈ ലോകത്തിൽ വെറുതെ വന്നതല്ല. കോടിക്കണക്കിന് വിശുദ്ധന്മാരെ താമസിക്കുവാൻ ആ നിത്യതയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ പുത്തനാം യെരൂശലേമിന്റെ കോടിക്കണക്കിന് വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന പാർപ്പിടങ്ങൾ, അതിലേക്ക് ചെറിയ ചെറിയ സമുച്ചയങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ. അതിലേക്ക് ദിവ്യരാജ്യത്തിലേക്ക് ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. അത് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ നിങ്ങൾ വിതയ്ക്കുന്നത് ഉണ്ടവാകുവാനുള്ള ശരീരമല്ല, കോതമ്പില് മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്, ദൈവം തന്റെ ഇഷ്ടം പോലെ എന്ന് വാക്കട്ടെ. നമുക്ക് ആ ഒരു വാക്യം മാത്രം എടുക്കാം. മൂഢ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. അപ്പോ ഒരു വിത്ത്, രണ്ട് വിത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഒന്ന് സുഖേ ജീവൻ, ദേഹി ജീവൻ. എനിക്ക് അതിന്റെ പുറകെ പോകാം. എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം ഈ ഭൂമിയിൽ അവകാശമായി തന്നിരിക്കുന്നത് എന്തും എനിക്ക് പ്രാപിക്കാം. വേണമെങ്കിൽ ചന്ദ്രനിൽ വരെ പോകാം. അത് ഒരു മനുഷ്യന്റെ അവകാശമാണ്, ആ വിത്തിനകത്തുള്ള അവകാശമാണ്. എന്നാൽ ആ വിത്തിനെ ദൈവം തന്നത് മറ്റൊരു വിത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോക മനുഷ്യർ മുഴുവനും, സഭക്കകത്ത് പോലും ലോകത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ മുഴുവനും ആ സൂഖ്യ ജീവനെ വളർത്തുന്നത്. അതിൻ്റെ ഒടുക്കം നരകമാണ് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? എന്നാൽ ഈ ജീവനെ കൊണ്ട് വേറൊരു ജീവനെ വളർത്തിയെടുക്കുവാൻ, എന്താ പറയുക, ജീവനെ പൊക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാർഗമാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിത്ത് ചത്താൽ മാത്രമേ മറ്റൊരു ജീവൻ പുറത്തു വരത്തുള്ളൂ എന്ന കാര്യവും. ഹല്ലേലൂയ. എവിടെയാ നമ്മൾ ദൈവജീവൻ, നമുക്ക് എവിടെയാ വന്നിരിക്കുന്ന? ആത്മാവിൽ ദൈവജീവൻ വന്നിരിക്കുന്നുണ്ട്. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ ആത്മാവിൽ ദൈവജീവൻ വന്നിട്ടുണ്ട്, സത്യമായ കാര്യമാ. പക്ഷേ ആത്മാവല്ലല്ലോ മനുഷ്യനാരാ? ജീവനുള്ള ലിവിങ് സോൾ, ജീവനുള്ള ദേഹിയാണവൻ. അവന് ദൈവത്തെ അറിയുവാൻ ദൈവം കൊടുത്ത ആത്മാവുമുണ്ട്, ലോകത്തെ അറിയുവാൻ ദൈവം കൊടുത്ത ശരീരവുമുണ്ട്. പക്ഷെ ഇത് രണ്ടുമല്ല മനുഷ്യൻ. ഇതിടയിൽ നിൽക്കുന്ന മനുഷ്യൻ, അവൻ എങ്ങോട്ട് വേണമെങ്കിൽ അവന് തിരിയാം, രണ്ടിലേക്ക് അവന് തിരിയാം, അല്ലേ? അപ്പോൾ ആ നിത്യജീവന് വേണ്ടി, അല്ലെങ്കിൽ ആ നിത്യതയ്ക്ക് വേണ്ടി അവൻ തൻ്റെ സ്വന്തം ജീവനെ തകർത്ത് കളയുമ്പോഴാണ്, അല്ലെങ്കിൽ വിതച്ചത് അത് ചാകാതെ ഇരിക്കുകയാണെങ്കിൽ. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, 4500 വർഷം മുമ്പ് ഈജിപ്തിലെ പെട്ടകം, അല്ലെ, മമ്മിയുടെയൊക്കെ കൂടാരം പൊളിച്ചപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള മണികൾ, ധാന്യങ്ങൾ കിട്ടി, അല്ലേ? പക്ഷേ ഇനിയും എത്ര ലോകമില്ല, 7000 വർഷം മാത്രമേ ഈ ഭൂമിക്ക് ആയുസുള്ളൂ. എങ്കിൽ പോലും ഞാൻ പറയാം, ഒരു 10000 വർഷം ഈ ഭൂമിക്ക് ആയുസ് കിട്ടിയാലും ഈ വിത്ത്, ഈ പയറ് വർഗ്ഗങ്ങൾ, എന്തുമാകട്ടെ ധാന്യങ്ങൾ, അത് അങ്ങനെ തന്നെ ഇരിക്കും ഷോക്കേസിൽ. ഗ്രഹിച്ചോ? ഇത് ഞാൻ പയറുമണികളെ കുറിച്ചല്ല പറയുന്നത്, സഭയിലെ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. എത്ര വർഷമായാലും ഈ പയറുമണി ഇരിക്കുന്ന പോലെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം ജീവന്റെ വ്യത്യാസമാണ്. ഒരു ജീവനെ തകർക്കാതെ മറ്റൊരു ജീവൻ പൊങ്ങത്തില്ലെന്നേ. ഗ്രഹിച്ചോ നിങ്ങള്? ഏത് ജീവനാ? എൻ്റെ ജീവൻ സ്വയേ. സദൃശവാക്യം 4:23 പറയുന്ന, സകല ജാഗ്രതയോടും കൂടി നീ നിന്റെ ഹൃദയത്തെ, ഏത് ഹൃദയമാ? സോളിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക, അവിടെ നിന്നല്ലോ ജീവന്റെ ഉറവ, അല്ലേ? അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നാം അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. പലപ്പോഴും യോഹന്നാൻ 12:25, മത്തായി, മാർക്കോസ് ഒക്കെ പഠിക്കുമ്പോൾ, ഇഹലോകത്തിലേക്ക് വേണ്ടി നിന്റെ ജീവനെ തകർത്താൽ നിത്യജീവൻ നിനക്ക് ലഭിക്കും, അല്ലേ? ആ ജീവനെ കളഞ്ഞാൽ ഈ ജീവനെ നമുക്ക് ഈ ജീവന് വേണ്ടി ജീവിക്കാം. നല്ലൊരു ശതമാനം വിശ്വാസികളും തൻ്റെ സ്വന്തം ജീവന് വേണ്ടി അധ്വാനിക്കുന്നവരാ. ഞാൻ പറഞ്ഞ ഗ്രഹിച്ചോ നിങ്ങൾ? സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം മോഹങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ. ദൈവം നമുക്ക് 2 വിത്ത് വെച്ചിരിക്കുക. നീ ഏതിനെ തകർത്തു കളയും? ഇവിടെ പറഞ്ഞ, നീ ഏതിനെ വിതച്ച് ചാകാൻ നീ അനുവദിക്കും, ചത്താൽ മറു സൈഡിൽ നിന്ന് മറ്റത് പൊങ്ങി വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ. ഉൽപ്പത്തി 1:2-17 നന്മതിന്മ വിഷത്തിന്റെ ഫലം വെച്ചു, അത് കഴിച്ചാൽ മരിക്കും നിശ്ചയം. മനുഷ്യൻ കഴിച്ചു, അവന്റെ ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി. യോഹന്നാൻ സുവിശേഷമാകും 1-ാം വാക്യം പറയുക, അല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവകാശം കൊടുത്തു. ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്. ആയി തീരുവാൻ. ആയി, പക്ഷെ ആയി തീരണം നമ്മള്, അല്ലേ? ആ വളർച്ചയിലേക്ക് വരണം. ഗ്രഹിച്ചോ നിങ്ങൾ? എന്നിട്ടും രണ്ടാമത് ദൈവജീവൻ കിട്ടിയിട്ടും ലേഖനങ്ങൾ, ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായ അപ്പോസ്തോലിക ഉപദേശം, നമ്മൾ സമയം കിട്ടിയാൽ ആഴമായി അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോസ്തോലിക ഉപദേശം, നമ്മുടെ സഭയ്ക്ക് ആവശ്യമായ ഉപദേശം. ഈ അപ്പോസ്തോലിക ഉപദേശത്തിന്റെ അവസാന ലെറ്റർ
ഈ ലേഖനമായ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുക, ആത്മാവിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, അവർ വേരറ്റുപോയ വൃക്ഷങ്ങൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, രണ്ടുരു ചത്തുപോയവർ, 2 പ്രാവശ്യം ആത്മാവിൽ മരിച്ചുപോയവർ. ദൈവം ഉൽപ്പത്തിയിൽ മരിച്ച് വീണ്ടും ക്രിസ്തുവിലൂടെ ജീവൻ ലഭിച്ചിട്ടും വേണ്ടും പോലെ ജീവനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ജഡത്തിന്റെ പുറകെ പോയി മരിക്കും നിശ്ചയമെന്ന് റോമർ 8:13 പറഞ്ഞതുപോലെ അവർ അറിയാതെ എത്രയോ വിശ്വാസികളാണെന്നറിയാമോ ഇന്നും സഭക്കകത്തിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവർ കുത്തിയാൽ പോലും ജീവൻ കാണത്തില്ല, ഇല്ലേ? കുത്തിയാൽ പോലും ജീവൻ കാണത്തില്ല. കാരണം അറിയാം, എവിടേക്കോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കനൽക്കട്ടകളായി, അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ കനൽക്കട്ടകളായി തീർന്നിരിക്കുന്നത് എത്രയോ വിശ്വാസം. കാരണം അറിയാമോ, ദൈവം നമുക്ക് ജീവൻ നൽകിയത് ആ ജീവനെ വളർത്തിയെടുക്കാൻ വേണ്ടി, അല്ലേ? യോഹന്നാൻ 10:10 പറയുന്നു, തരുവാനും സമൃദ്ധിയായി തരാൻ വേണ്ടി. അതിലേക്കുള്ള അതറിയണമെങ്കിൽ നിത്യത അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രാധാന്യത മനസ്സിലാകത്തുള്ളൂ, ഇല്ലേ? അല്ലേ സഹോദരങ്ങളെ? യെസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുക, വിതച്ച 2 ജീവനും വിതയ്ക്കേണ്ടതാണ്. നമുക്ക് ദൈവജീവൻ കിട്ടി, നമ്മൾ അതിനെ മറച്ചു വെച്ചിട്ട് ഒരു ആ വിത്തിനെ ഒരു കുപ്പിക്കുള്ളിൽ എവിടെയെങ്കിലും അടച്ചു വെച്ചാൽ മാറ്റി വെച്ച് നമുക്ക് സ്വന്തം ജീവനെ വളർത്തുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ലോകം പറയുന്നത് പോലെ രക്ഷിക്കപ്പെട്ടാൽ രക്ഷപൂർണ്ണമാണെന്ന് ഇല്ലേ? അല്ല. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പ് ആത്മാവിൽ മാത്രമേ വീണ്ടെടുപ്പ് പൂർണ്ണമായിട്ടുള്ളൂ. ദേഹിയിൽ നിന്ന് വീണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് അശുദ്ധ ചിന്തകൾ നമുക്ക് വരുന്നത്. നമ്മുടെ ശരീരം വീണ്ടെടുത്തിട്ടില്ല, പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് രോഗം വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുമാകട്ടെ, മൂഢ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ നീ ജീവിക്കത്തില്ല. 2 വിത്ത് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് പിന്നീട് സംസാരിക്കും. ലൂക്കോസ് 12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. അതിന്റെ കർത്താവ് ആ മൂഢനായ മനുഷ്യരോട് പറയുന്നുണ്ട്. ആ മൂഢനായ മനുഷ്യൻ പറയുക, ഞാൻ തിന്നും കുടിച്ചും, അല്ലേ? വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കളപ്പുറകൾ വലുതാക്കി ഈ ആയുസ്സിലേക്ക് വേണ്ടി കൂട്ടിവെച്ച് തിന്നു കുടിച്ച് ജീവിച്ചാലും മൂഢ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ, പ്രാണൻ എന്ന് പറഞ്ഞാൽ സോൾ, ദേഹി, നിനക്ക് ഞാൻ ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവകാശം തന്ന അതിലേക്ക് കർത്താവ് കൈകടത്തത്തില്ല. ഉൽപ്പത്തിയിലും കൈകടത്തില്ല. ആ മറ്റേ നന്മ തിന്മയുടെ ഫലം പറിച്ചു തിന്നാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ കർത്താവിന് തട്ടിമാറ്റിയ മതിയായിരുന്നു. മാറ്റത്തില്ല. അവന്റെ സോളിൽ അല്ലെങ്കിൽ ഇച്ഛാ, സോളിന്റെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമായ ഇച്ഛ, വില്ലിൽ ദൈവം ഒരിക്കലും കൈകടത്തത്തില്ല. അതുകൊണ്ട് മൂഢ, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ ഞാൻ ചോദിച്ചാൽ, ഇവിടെ പറയുക, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായി തീരും? അതിന്റെ അടുത്ത വാക്യം പറയുക, ദൈവ വിഷയമായിട്ട് സമ്പന്നാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഒരു വിത്ത് തന്നിട്ട് ഈ വിത്ത് വിതച്ചിട്ട് ഞാൻ സമൃദ്ധിയായി ഉണ്ടാക്കണം. നമ്മള് ഇവനുണ്ടാക്കിയത് ഏതാ സമൃദ്ധ? ഈ വ്യക്തി, ഈ മൂഢനായ മനുഷ്യൻ, അവൻ ഏതാ സമ്പാദിച്ചു കൂട്ടിയത്? അവന്റെ സ്വയത്തിലേക്ക് വേണ്ടി, അവന്റെ ദേഹിക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയത് അവൻ വിതച്ചത് മുഴുവനും ആ ദേഹിയുടെ ജീവന, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ. പക്ഷേ അവിടെ കഥ പറയുക, ദൈവ വിഷയമായി സംബന്ധമായിട്ട്. അങ്ങനെയല്ലേ ഈ ആയുസ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? 2 ചോയ്സ് വെച്ച് നമ്മൾ നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാ. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ഉൽപ്പത്തിയിലും വെച്ചു, നന്മ തിന്മയുടെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും വെച്ചു. ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. തോറ്റുപോയി നമുക്കറിയാം. മനസാക്ഷിയുഗത്തിലും വെച്ചു, 2ഉം വെച്ചു. അത് ആർക്ക് വേണമെങ്കിൽ മനുഷ്യർ തിരഞ്ഞെടുക്കാം. ന്യായപ്രമാണ യുഗത്തിൽ വെച്ചു, ജീവനും മരണത്തിന്റെയും ആക്ക്. ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് വീണ്ടും ജനിപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ 2 വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ജഡത്തെ അനുസരിച്ച് ജീവിക്കണം, വേണമെങ്കിൽ ജീവിക്കാം. അടുത്ത പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. 2 ചോയ്സ്, 2 തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഈ ആയുസ്സിൽ നമുക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഏത് ജീവന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജീവന്റെ പ്രാധാന്യം, അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച വ്യക്തിയെക്കുറിച്ചും അവരുടെ ജീവനെക്കുറിച്ചുമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 10-25 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ദൈവ വിഷയമായിട്ട് സമ്പന്നാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എങ്ങനെയാകുന്നു? അപ്പോൾ വിത്ത് നിക്ഷേപിച്ച് വിതച്ചിട്ട് അവൻ കൊയ്യുകയാ. പക്ഷെ ഏതിലാ? അതെല്ലാം നശിക്കുന്ന, നരകത്തിൽ പോയി അവസാനിക്കുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടുത്തെ വേണ്ടി പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, സ്വർഗത്തിൽ യോഹന്നാന്റെ സുവിശേഷ ഭാഗം 14-ാം അധ്യായത്തിൽ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ ആ നരകത്തിലും അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് 10-30 മണിക്കൂർ ക്ലാസ് നമുക്കുണ്ട്. ആ നരകത്തിലുള്ള വാസ്തവത്തിൽ ഏറ്റവും ആഴങ്ങളിലേക്ക് പോകാൻ പോകുന്നത്
പെന്തക്കോസ് പറയുന്ന കാരെന്ന് പറയുന്നവരാ. എബ്രായ കർത്താവ് പറയുന്നു, മഞ്ഞും മഴയും പെയ്തിട്ട് വാവോളം കുടിച്ചാസ്വദിച്ചിട്ട് വീണ്ടും ജഡത്തിന്റെ പുറകെ പോയവർ. പിന്നെ അവരെവിടെ ഇടും? നിങ്ങൾ പറ. മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. അവരെവിടെ ഇടേണ്ടത്? നമ്മള് കർത്താവ് എവിടെ ഇടണം? ഹല്ലേലൂയ എന്ന് പാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ചോയ്സ് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുക. നമുക്ക് അതിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷ ഭാഗം 12-ാം അധ്യായം 24-25. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ചത്തു എങ്കിലും വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ വെച്ച് തൻ്റെ ജീവനെ പകച്ചളയുന്നവൻ അതിനെ നിത്യജീവനായി, നിത്യതയ്ക്ക് വേണ്ടി, ജീവന്റെ സമൃദ്ധിയിലേക്ക് വേണ്ടി അതിനെ സൂക്ഷിച്ചു വെക്കും എന്ന് പറയുക. കർത്താവ് തേജസ്കരിക്കപ്പെടുവാനുള്ള സമയം വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇനി എൻ്റെ ജീവൻ ഇനി ഇച്ചിരിയും കൂടി ബാക്കിയുണ്ട്. ഈ ലോകത്തിന് വേണ്ടി ഞാൻ വന്നത് എൻ്റെ ജീവനെ തകർത്ത് കളയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 33.5 വർഷത്തിന്റെ ഒടുക്കത്തിലേക്ക് കടന്നു വരിക. ഈ 33.5 വർഷവും കർത്താവ് തന്റെ ജീവനെ പകക്കുകയായിരുന്നു, അല്ലെ? ത്യജിക്കുകയായിരുന്നു, കളയുകയായിരുന്നു അവൻ. കഴിഞ്ഞ 3.5 വർഷമായിട്ട് മുഴുവനുമായി കളഞ്ഞുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടി. നമുക്കും ജീവൻ തന്നിട്ടുണ്ട്, വിതക്കാൻ വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ട് കർത്താവ് നോക്കിയപ്പോൾ ഇനി എൻ്റെ സമയം കഴിയാറായി, ഇനി ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. ഏതാ? വെറും മണ്ണാങ്കട്ട. എൻ്റെ സോള് മുഴുവനും ഞാൻ വിതച്ചു, അല്ലേ? ഇനി ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. ഏതാ? അവൻ്റെ വെറും 18ഓളം വരുന്ന എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പൊടിയിൽ നിന്ന് ഉളവായിരിക്കുന്ന ഈ ബോഡിയും കൂടി എന്ത് ചെയ്യണം? വിതച്ച് കഴിയുമ്പോൾ പരിപൂർണമായിട്ട് നമ്മെ അവിടെ കർത്താവ് വിതക്കുകയാണ്. കർത്താവ് തന്നെ വിതയ്ക്കുമ്പോൾ കർത്താവ്, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളാരും വിതക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവൻ അറിയുന്നത് പോലെ വിതക്കാൻ കഴിയത്തുള്ളൂ. എത്രത്തോളം ക്രിസ്തുവിനെ അറിയുന്നുവോ അത്രത്തോളം മാത്രമേ വിതക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പണ്ടൊരു ദിവാസൻ, നമുക്ക് അറിയപ്പെടുന്ന ആളാ. ഏതോ പാട്ട് പാടും, ദുഃഖത്തിന്റെ പാനപാത്രം തന്നാൽ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. പുള്ളി പറയും, ഞാൻ പാടത്തില്ല. ഇന്ന് പുള്ളി തട്ടുകട നടത്തുന്ന വേറെ കാര്യം. ലോകത്തിന്റെ പല ഭാഗത്ത് കടന്ന് ഇന്ന് തട്ടുകട നടത്തുക. ദുഃഖത്തിന്റെ പാനപാത്രം പാടിയാൽ എങ്ങാനും കർത്താവ് വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഓടിക്കളയും. ശരി തന്നെയാ. പക്ഷെ കർത്താവിന് ആർക്കും കൊടുക്കത്തുമില്ല. സഹിക്കാൻ കഴിയുന്നവർക്ക് ഈ കർത്താവ് കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും കഷ്ടം കൊടുക്കത്തില്ല. അപ്പൊ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അടികിട്ടിയിട്ടും സന്തോഷിച്ച് ഉല്ലസിക്കാൻ പോകാൻ കാരണം ദൈവകൃപ കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അവരുടെ ഹൃദയം മുഴുവൻ നിത്യത മാത്രമാണ് അവർക്ക്, അല്ലാതെ മറ്റൊന്നുമില്ല. എന്ന് വാങ്ങട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് തന്റെ അവസാന നാഴികയിൽ പറയുന്ന കാര്യമാ. ഗോതമ്പ് മണി, ആമേൻ ആമേൻ, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ പറയുന്നത്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തോ എങ്കിൽ വളരെ വിളവുണ്ടാകും എന്ന് പറയുക ഇഹലോകത്തിൽ. അപ്പൊ ഏതാണ് ഗോതമ്പ് മണി എന്ന് പറഞ്ഞു വരിക? നമ്മുടെ ഗോതമ്പ് മണിയോ പയറോ കടലോ ഒന്നുമല്ല പറയുന്നത്. ഏതാ ഇവിടുത്തെ മണി? ജീവനെ കുറിച്ചാ. ഏത് ജീവനാ? ഇവിടെ പറ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. ഏതാ? സുഖേ, നമ്മുടെ സ്വയജീവൻ. കർത്താവ് ഒരിക്കലും കൈയിടത്തില്ല, നമ്മുടെ വിൽ പവറിൽ കൈയിടത്തില്ല. ആ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഏതിനെ? നിത്യജീവനെ കളയും. നമ്മുടെ അകത്ത് നിത്യജീവൻ വന്നിട്ടുണ്ടല്ലേ? ആത്മാവിൽ വന്ന നിത്യജീവൻ അവിടെ കിടക്കുകയാണ്. അത് സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ ഒരു ജീവനെ തകർക്കാതെ പുറത്തു വരത്തില്ല. കർത്താവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല സഹോദരങ്ങളെ. നമുക്കൊരു ഏറ്റവും മോശമായ വാക്കാ ദൈവ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്. എന്നറിയാമോ? എല്ലാം കർത്താവ് അറിയുന്നല്ലോ, കർത്താവ് ചെയ്യട്ടെ. ചെയ്യില്ല. 60-80 വർഷം ജീവിച്ചാലും കർത്താവ് ചെയ്യില്ലത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നല്ലോ. കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യട്ടെ, ഞാൻ വിട്ടുകൊടുത്തിരിക്കുക. ചുമ്മാ പറയുക, നമ്മുടെ ബോഷത്വമാണത്. ദൈവം നമുക്ക് 2 വിത്ത് തന്നിട്ടുണ്ട്, നമ്മളാ വിതക്കേണ്ടത്. നമ്മുടെ സമർപ്പണം ഞാനാ വിതക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് ചെയ്യത്തില്ല ഒരിക്കലും. മത്തായി 22-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, പുറപ്പെട്ടു പോകും. കർത്താവ് ഓൾറെഡി നമ്മൾ അഴച്ചിരിക്കുക അല്ലേ? ഇനി കൺഫർമേഷൻ ഒന്നും വേണ്ട. അത് ചെറിയ പെർസെന്റ് വേണ്ടെന്നല്ല, ചെറിയ പെർസെന്റ് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ അഴച്ചു വെച്ചിരിക്കുക. കർത്താവ് പുറപ്പെട്ടു പോകണം. വിശ്വാസത്താൽ ഒന്നും വേണ്ടെന്നല്ല. നിങ്ങൾ പുറപ്പെട്ടു പോകേണ്ടത് ഉത്തരവാദിത്വം എൻ്റെ നിങ്ങളുടെ. അവിടെയാണ് എൻ്റെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ പറയുക, ഇഹലോകത്തിൽ ഒരു ജീവൻ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ജീവനെ, സുഖേ ജീവനെ നമ്മൾ തകർത്തു കളഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ തകർത്താൽ അതിനകത്ത് കിടക്കുന്ന
നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലേ, അതിൻ്റെ ഉള്ളിൽ ആത്മാവ് വരുന്നത് അല്ലേ. ആ ആത്മാ ജീവൻ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ നമ്മുടെ പുറമെയുള്ള കല്ല് പോലെയുള്ള ജല അല്ലേ, നമ്മൾ എന്നെ തുടരുന്നൊക്കെ പറയുന്ന വിറ്റാമിൻ ഐ കോംപ്ലക്സ് അല്ലേ, വിറ്റാമിൻ ഐ അല്ലേ, വിറ്റാമിൻ ABCD അല്ല, വൈറ്റമിൻ ഐ കഴിച്ച് ബലപ്പെട്ടിരിക്കുന്ന സ്വയത്തെ വിതയ്ക്കാത്തടത്തോളം, ആ ഷെല്ലിനെ പൊട്ടിക്കാത്തടത്തോളം കാലം ആത്മാവിൽ വന്ന ദൈവജീവൻ പുറത്തേക്ക് ഒഴുകത്തില്ല. റോമർ 7-ാം അധ്യായം ന്യായപ്രമാണത്തിന് മരിക്കണമെന്ന് പറയുന്ന 28 വാക്യങ്ങൾ മാത്രമുള്ള ചെറിയ അധ്യായത്തിൽ 40 പ്രാവശ്യമാണ് ഐ, മൈൻ, മീ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ ഐ കഴിച്ചിട്ട് ബലപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പൗലോസ് വിളിച്ചു പറയാൻ കാരണം അതാ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഏതിൽ നിന്ന്? ബലപ്പെട്ടിരിക്കുക ഞാൻ. ന്യായപ്രമാണം പഠിച്ച് ഗമാലിയുടെ കാൽക്കീഴിൽ ന്യായപ്രമാണമൊക്കെ പഠിച്ച് എൻ്റെ സ്വയം പരീക്ഷ ലെവലിൽ വളർന്നിരിക്കുക. ഗ്രഹിച്ചോ? അപ്പൊ എന്തുമാകട്ടെ, കർത്താവ് പറയുക, ഈ ലോകത്തിലെ ജീവൻ, ആ ജീവനെ തകർത്തുക. അത് തകർക്കുവാനുള്ള, അത് വിതക്കുവാനുള്ള ഏതിനു വേണ്ടെന്നറിയാമോ? നിത്യജീവന് വേണ്ടി. ഓക്കെ, നമുക്കൊന്നിട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ അകത്ത് ഈ ദേഹി ജീവൻ തകർക്കാത്തോടത്തോളം കാലം ഒരു മലകെട്ടി കരിങ്കല്ല് കൊണ്ട് ഒരു ഷട്ടറിട്ട പോലെയാണ് നമ്മുടെ ദേഹിയിരിക്കുന്നത് അല്ലേ. അത് തകർത്താൽ മാത്രമേ അകത്തുനിന്ന് പുറത്തേക്ക് എഴുതുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വാക്യം മാത്രം പറഞ്ഞു പോകുക, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അല്ലെ, അതിനെ കളയും. ആരെങ്കിലും എൻ്റെ സുവിശേഷത്തെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. നോക്കിയേ, ആ ക്രൂശ് എടുക്കുമ്പോൾ മാത്രമേ എൻ്റെ സ്വയം ഉടയത്തുള്ളൂ. അകത്ത് ആത്മാവിൽ വന്നിരിക്കുന്ന ദൈവജീവൻ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ, ആത്മാവിൽ വന്നിരിക്കുന്ന ദൈവജീവൻ, വിലയേറെ ദൈവജീവൻ, എന്നെ നിത്യത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ജീവൻ, ദൈവത്തിന് ജീവൻ, സകല ക്വാളിറ്റിയും ക്യാരക്ടറും ഒക്കെ ദൈവത്തിന് മുഴുവനും അടങ്ങിയിരിക്കുന്ന ആ ജീവനെ പുറത്തേക്ക് ഇടാൻ തക്കവണ്ണം ഒരു വലിയ തടസ്സം നമുക്കുണ്ട്. എൻ്റെ സ്വയം, ഞാൻ. അതുകൊണ്ടാ അതിന് ഉടയുവാൻ ആകെയുള്ള മാർഗമെന്ന് പറയുന്നത് ഈ ക്രൂശ് എടുക്കുക. ക്രൂശിനെ കുറിച്ച് ക്ലാസ് വരുമ്പോൾ ആഴമായി നമ്മൾ ശിശുത്തെ ക്ലാസ് വരുമ്പോൾ പഠിക്കും ക്രൂശിനെ കുറിച്ച്. ആ ക്രൂശ് എടുക്കുമ്പോൾ എൻ്റെ സ്വയം ഉടഞ്ഞു മാറുകയാണ്. നിന്നയും പരിഹാസങ്ങളും ഏറ്റ് അല്ലേ, നമ്മളെയൊക്കെ തൊടുമ്പോഴല്ലേ പറയണത്, തൊട്ടാലുണ്ടല്ല കള്ളിമാർ വിവരം അറിയുമെന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധനമാണത്. അതൊടയണമെങ്കിൽ നിന്നയും പരിഹാസങ്ങളും അല്ലേ എല്ലാം ഏക്കും തോറും അതൊടയാൻ തുടങ്ങുമ്പോൾ അകത്തുള്ള ദൈവജീവൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാൻ കർത്താവ് വെച്ചിരിക്കുന്നത്. അല്ലാതെ കർത്താവിന് വേറെ അല്ലേ ചുമ്മാ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി വെച്ചതൊന്നും അല്ല. കാരണം അത്രമാത്രം വൈറ്റമിൻ ഐ കോംപ്ലക്സ് കഴിച്ചല്ലേ നാം ബലപ്പെട്ടിരിക്കുന്ന ഒരു സ്വയം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഉൽപ്പത്തി പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞു, നീ തിന്നാൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞു, നീ കഴിച്ചാൽ മരിക്കില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കയറി കഴിച്ചു. ദൈവം തന്നെ പറഞ്ഞു ഇവർ ദൈവത്തെ പോലെ ആയെന്ന്. അപ്പൊ പിശാച് പറഞ്ഞ കാര്യം സത്യമായ കാര്യമാണ്. പിശാച് വെറും വാക്ക് പറഞ്ഞതല്ല. പിശാച് പറഞ്ഞു നീ ദൈവത്തെ പോലെയാകും. പക്ഷേ ദൈവം തന്നെ പറയാ, 3:17 പറയാ, അവർ നമ്മെ പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു. ഇനി ദൈവത്തിന്റെ ആവശ്യം മനുഷ്യന് ഇല്ല. അവന്റെ ഹൃദയത്തിനകത്ത് അവൻ തന്നെയാ ദൈവം. അമ്പട ഞാൻ എന്ന് പറയുന്ന ആ വലിയ ഞാനാണ് നമ്മളൊക്കെ ദൈവം. അതുടഞ്ഞേ മതിയാകത്തുള്ളൂ ദൈവത്തിന്റെ ജീവൻ പുറത്തേക്ക് ഒഴുകുവാനായിട്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ് വേറെ വരുമ്പോൾ നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് വിട്ടുപോകുകയാണ്, ആവശ്യമുള്ള മാത്രം എടുക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തന്നെയിരിക്കും, ചത്താൽ അനേക ഫലം കൊടുക്കും. കർത്താവ് ഇവിടെ നോക്കി, കർത്താവ് താൻ ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ, താൻ മരിക്കാതിരുന്നെങ്കിൽ ഒരിക്കലും ആ ജീവൻ പുറത്തേക്ക് ഒഴുകത്തില്ല. ദൈവജീവൻ അല്ലേ, ഒരു ഗോതമ്പ് മണി പോലെ ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ആ ജീവൻ പുറത്തേക്ക് ഒഴുകത്തില്ല. കാരണം യോഹന്നാൻ സുവിശേഷ ഭാഗം പഠിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ കിടന്ന് മരിച്ചു, കാലൊക്കെ ഓടിക്കാൻ വേണ്ടി വന്നപ്പോൾ മരിച്ചു എന്ന് കണ്ടു. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. നോക്കിയേ, ഒരു തരി പോലും സുഖേ ജീവൻ അല്ലെങ്കിൽ ദേഹി ജീവൻ അല്ലെങ്കിൽ അവന് സകല എന്തൊക്കെയുണ്ടോ അവന് വിതയ്ക്കേണ്ട സകല എന്തൊക്കെയോ അത് മുഴുവൻ അവിടെ വിതച്ചിട്ടുണ്ട്. നമ്മളെ കുത്തുമ്പോൾ അറിയാം, നമ്മളെ കുത്തുമ്പോൾ വെള്ളവും രക്തത്തിന്റെ വെള്ളമൊന്നും അല്ല പുറത്തേക്ക് വരുന്നത് അല്ലേ. ഒന്നുമില്ലെങ്കിലും
കടിച്ചെങ്കിൽ നമ്മൾ ഇറങ്ങിക്കളയും. കാരണം നമ്മുടെ ഇത് കർത്താവിനെ കുത്തുമ്പോൾ അവന്റെ അകത്തുനിന്ന് വെളിപ്പെട്ട് വരുന്നത് ഒരു ഉടനെ രക്തവും അല്പം വെള്ളവുമാ. അവന് വിതയ്ക്കേണ്ട സകലവും കർത്താവ് വിതച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് വിതച്ചില്ലായിരുന്നെങ്കിൽ, താൻ ഭൂലോകത്തിലേക്ക് വരുമ്പോൾ ദൈവം കൊടുത്തുവിട്ട ജീവൻ ഈ ഭൂമി വിതച്ചില്ലായിരുന്നെങ്കിൽ, ഗോതമ്പ് മണി പോലെ കർത്താവ് ഇരുന്നെങ്കിൽ നമുക്ക് ആ ജീവൻ കിട്ടത്തില്ല. അവൻ വിതച്ചുകൊണ്ടാ എനിക്കും നിങ്ങൾ ആ ജീവൻ പകർന്നു തരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞതുപോലെ അത് ചത്തത് കൊണ്ടാ ഈ ഇരിക്കുന്ന ഒരുപാട് ഗോതമ്പ് മണികൾ ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഈ ലോകം മുഴുവനും ഇഷ്ടം പോലെ മണികൾ ഉണ്ടാകാൻ കാരണം ഈ ആ ഒരു ജീവന്റെ പ്രാധാന്യത. ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ? അവിടെ പറയുക, യോഹന്നാൻ 4:10 പറയുക, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അവൻ ഉടച്ചു കളഞ്ഞ ജീവൻ അല്ലേ, ഒരു വാക്ക് നമുക്ക് തരാൻ വേണ്ടി, ഈ നിത്യജീവൻ തരാൻ വേണ്ടിയാ അവൻ തന്റെ സകലതും ഈ ഭൂമിയിൽ വിതച്ചിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും. ഇതൊരു വിത്ത, ഇതൊരു വളരുന്ന ജീവനാ. ലോകത്തിലെ എനിക്കറിയാതൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഇത് പർവ്വതങ്ങളിൽ എന്താ പറയാ, മലകൾ വളരുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നു, ചിലർ പറയുന്നു വളരുന്നില്ല എന്ന്. എനിക്ക് ഇന്ന് മനസ്സിലായിട്ടില്ല. ഒരു കാര്യം പറയാം, ഈ ഭൂമിയിലുള്ള സകലതും അതിനകത്ത് ജീവനുണ്ട് അല്ലേ. ഒരു വിത്തെടുത്താൽ, ഒരു മാവ് മരമെടുത്താൽ, ഒരു ചക്കമരം ഏതെടുത്താലും അത് വളർന്ന ജീവനില്ലാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. എല്ലാം ജീവനോടുകൂടിയ കർത്താവ് നിർമ്മിച്ചിരിക്കുന്നു. അത് വളർന്ന് പന്തലിച്ച് ഒരു വിത്തിൽ നിന്ന് അല്ലേ, ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇന്നലെ പോയപ്പോൾ മാങ്ങകളുടെ ബഹളമാണ് അവിടെ, മരങ്ങളുടെ. ഇതെല്ലാം മാങ്ങയുടെ തോട്ടമുണ്ടാകുവാൻ ഏതോ കാലഘട്ടത്തിൽ ഒരു മാങ്ങ വിത്ത് സ്വയം സമർപ്പിച്ചത് കൊണ്ടാ അല്ലേ. ഞങ്ങൾ രാജീവ് എന്ന് പറഞ്ഞു, ദൂരം നീണ്ടോടെ മാങ്ങ, വലിയ ഏക്കറിലൊക്കെ തോട്ടമാ. രാജീവ് പറഞ്ഞേ മാങ്ങ മരത്തെ തോട്ടം. സത്യമാണത്. ആ തോട്ടമുണ്ടാകുവാൻ പിന്നിൽ എപ്പോഴോ കാലങ്ങൾക്ക് മുമ്പേ ഒരു മാങ്ങ അല്ലെ, മാങ്ങയുടെ വിത്ത് സ്വയം സമർപ്പിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന മുഴുവനും ഉണ്ടായിരിക്കുന്നത്. എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ഇടാം. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവൻ ഒരു വിഷയമുണ്ട്. 2 കൊരിന്ത്യർ 4 8 മുതൽ 12 വരെ നമ്മൾ നിത്യജീവനെ കുറിച്ച് ഇത്തിരി കൂടെ ആഴത്തിലേക്ക് വരും. പൗലോസ് പറയുന്ന കാര്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നു. നോക്കി, യേശു, ആ വ്യക്തി എന്ന് പറയുന്ന യേശു തന്റെ ദൈവം കൊടുത്ത ജീവൻ അവസാനത്തുള്ളി വരെ അവൻ വിതച്ചപ്പോൾ ഒരുപാട് ജീവൻ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു അല്ലെ. ഇന്നും അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ പൗലോസ് പറയാ, ഞങ്ങൾക്കും ചില ദൈവം തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഞങ്ങൾക്ക് സുഖേ ജീവനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളത് വിതയ്ക്കാതെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സ്വയത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അതിനെ മാറ്റിവെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് ഈ ജീവൻ അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ പൗലോസ് പറയുക, ഞാൻ എൻ്റെ ജീവനെ തകർത്തു കളഞ്ഞു. ഓരോ ദിവസം തകർക്കുമ്പോൾ ഒരു കാര്യം പൗലോസിനറിയാം, ഞാൻ എത്രത്തോളം എന്നെ തന്നെ സമർപ്പിക്കുന്നുവോ അത്രത്തോളം എന്നിൽ വെച്ചിരിക്കുന്ന ദൈവജീവൻ മറ്റുള്ളവർക്ക് ഇറങ്ങി വരികയാ. നമ്മൾ ജീവൻ കൊടുക്കുകയല്ല, ജീവൻ കൊടുക്കുക കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ എന്നിൽ നിന്ന് ജീവന്റെ ഉറവൊഴുകി വരികയാ. ഏതൊക്കെയാണ് അവർ തടസ്സം, ആ തടസ്സങ്ങൾ മാറ്റിക്കളയുവാൻ കഴിവുള്ള ദൈവജീവൻ. വാ തുറന്ന് വചനം സംസാരിക്കുമ്പോൾ അതിനകത്ത് ജീവനും ആത്മാവും ഇരിക്കുന്നു. ആ ജീവൻ പുറപ്പെട്ടു പോകുമ്പോൾ എല്ലാം അതിന് മുമ്പിൽ തകർന്നു വീഴുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് തൻ്റെ ജീവനെ വെച്ചുകൊണ്ട് അടങ്ങി ഗമാലിലെ കാൽക്കീഴ് വെച്ച് വലിയ വചനമൊക്കെ പഠിച്ച് വലിയ പുള്ളിയായി ഒരു ഷാളൊക്കെ പുതച്ച് അവിടെ ഇരുന്നെങ്കിൽ എത്ര ജനങ്ങൾ വചനം കേൾക്കാതിരിക്കുമായിരുന്നു അല്ലെ. എത്രയോ സ്ഥലങ്ങൾ വചനം എത്തില്ലായിരുന്നു. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന തൻ്റെ ജീവനെ തകർത്ത് കളഞ്ഞപ്പോൾ ആ ദൈവജീവൻ ഒഴുകാൻ തുടങ്ങി. ആ ജീവൻ എവിടെയൊക്കെ ഒഴുകുന്നുവോ അവിടെയെല്ലാം ജീവൻ പ്രാപിക്കാൻ തുടങ്ങി. എന്നെ നിങ്ങളെ വിളിച്ച് അതിനു വേണ്ടിയാ. പക്ഷെ നമ്മുടെ സ്വയം
നമ്മുടെ സ്വയം സമ്മതിക്കുന്നതിന് ഒരു മല കെട്ടി വെച്ചിരിക്കുക നമ്മള്. ആത്മാവിൽ വന്ന ദൈവജീവൻ പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്നത് പാസ്റ്ററോ മറ്റാരുമല്ല, ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ ആരുമല്ല. തടസ്സം ഞാൻ തന്നെയാണ്, എന്റെ സ്വയമാണ്. വൈറ്റമിൻ ഐ കഴിച്ച് ബലപ്പെട്ടിരിക്കുന്ന എന്റെ സ്വയമാണ്. അതുകൊണ്ടാ ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന് പൗലോസ് നിലവിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആ നമ്മുടെ അകത്ത് ജീവൻ പുറത്തേക്ക് ഒഴുകി നോക്കിയേ. ഞാൻ പറഞ്ഞത് നമ്മുടെ കൃപാവരങ്ങൾ മാത്രമല്ലെന്നേ, ജീവന്റെ കാര്യമാ. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടാം അല്ലേ? നമ്മൾ നിത്യത്തിലേക്ക് വളർന്നില്ലെങ്കിൽ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്ന നരകത്തിലേക്ക് പോവാം. കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ലെന്ന് കർത്താവ് കൈമലത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞു അതല്ല, നിത്യജീവന്റെ പ്രശ്നമാണത്. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ അറിയാം, കർത്താവ് തന്റെ ജീവനെ കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ നമ്മുടെ അകത്ത് ഈ ജീവൻ ഒരിക്കലും കിട്ടത്തില്ല. എബ്രായർ 2-ാം 10 മുതൽ 15 വരെ പഠിക്കുമ്പോൾ ഞാൻ വാക്യം മാത്രം വായിച്ചു വിടുക. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവന്റെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്നായി തോന്നി അല്ലേ ദൈവത്തിന്. പൗലോസ് തന്നെയാ, തന്നെ സ്വയം സമർപ്പിക്കപ്പെട്ടപ്പോൾ, തന്റെ സ്വയത്തെ തകർത്ത് കളഞ്ഞപ്പോൾ ദൈവത്തിന് കൊള്ളാവുന്നവനായി തീർന്നു. യേശു പറയാ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തന്റെ രക്ഷാനായകനെ തന്റെ ഭൂമിയിലേക്ക് ദൈവം കൊടുത്തുവിട്ട ആ ജീവനെ തകർത്തു കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് തകർക്കുമ്പോൾ എന്തിനാ? അനേക പുത്രന്മാരെ ജീവങ്കിലേക്ക് നടത്തുകയാണ്, തേജസ്സിലേക്ക് നടത്തുകയാണ്. തേജസ്സിനെ കുറിച്ച് ക്ലാസ് വരുമ്പോൾ, ഈ ദൈവരാജ്യത്തിന്റെ ഒടുക്കത്തിലേക്ക് ക്ലാസ് വരുമ്പോൾ തേജസ്സിനെ കുറിച്ച് ആഴമായി പഠിക്കും. ഹല്ലേലൂയ. ഒട്ടനവധി വ്യത്യസ്തമായ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതുകൊണ്ട് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ കർത്താവ് തന്റെ ജീവനെ വെച്ചു കൊടുത്തു, പ്രാണനെ വെച്ചു കൊടുത്തു. ഞാനിതാ എന്നെ തന്നെ, അവസാനം പറഞ്ഞു, ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശിഷ്യന്മാരൊക്കെ അത് തന്നെയാ പറഞ്ഞത്. സ്തെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷിയായ ആ ഭക്തൻ പറഞ്ഞത് അറിയാമോ? അദ്ദേഹം വലിയ മിനിസ്ട്രി ഒന്നും ചെയ്തില്ല. 500 മീറ്റർ റിലേയും അല്ലേ 10,000 മീറ്റർ കിലോമീറ്റർ ഒന്നും ഓടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയ ഓട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ പോലെയൊക്കെ 20, 30, 50 വർഷം 60 വർഷം ഒന്നും ഒരു മിനിസ്ട്രിയും ഇല്ല. ഈ ചെറിയ ദിവസങ്ങളെ അദ്ദേഹം മിനിസ്ട്രി ചെയ്തുള്ളൂ. ഒരു 50 മീറ്റർ അല്ലേ, ചെറിയൊരു ഓട്ടത്തിൽ പുള്ളി 1ാം സ്ഥലം നേടി. ആണോ? ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒടുക്കം പറയുന്ന വാക്കുണ്ട്, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ. അവസാനത്തെ പ്രാണനെ പോലും വെച്ച് കളയുക. അവിടെ വേണം ഇങ്ങനെ പറയാം, നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ വേണേൽ പറയാം, കർത്താവ് ഇതൊക്കെ നീ കാണുന്നുണ്ടല്ലോ, നിന്റെ ഭക്തന്മാർക്കെതിരെ നീ കാണുന്നില്ല. അങ്ങനെയും പറയാമായിരുന്നു പഴയ നിയമത്തിന്റെ വ്യവസ്ഥ വെച്ചിട്ടാണെങ്കിൽ അല്ലെ, പഴയ നിയമത്തിന്റെ വ്യവസ്ഥ വെച്ചിട്ടാണെങ്കിൽ, പ്രമാണം വെച്ചിട്ടാണെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാതൃക ക്രിസ്തുവായിരുന്നു. ആ ജീവന്റെ പ്രാത് ഏത് വിത്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ വിത്ത്, അവസാന വിത്തും വിതച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ പ്രസംഗം മതിയായിരുന്നു. എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റി. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് പറയും അപ്പോസ്തലക്കാരിൽ വലിയ പുള്ളിയാണെന്ന്. ഈ പുള്ളി അങ്ങനെയല്ല അല്ലേ. സാധാ അപ്പോസ്തലന്മാർക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി. അപ്പോസ്തലന്മാർക്ക് അവർ 1-ാം നൂറ്റാണ്ടിൽ അവർ യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരുണ്ട്, പൗലോസ് ഒക്കെ അവിടെ, പത്രോസും യോഹന്നാനൊക്കെ അവിടെയുണ്ട്. ഇവർ നോക്കിയപ്പോൾ അറിയുമോ, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു, ഒരു വകയെന്നെണ്ണുന്നു, വിറ്റ് പറക്കി എല്ലാ സമ്പാദ്യം ഇവിടെ കൊണ്ടുവരുന്നു, പാപങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. നോക്കിയപ്പോൾ അടിപൊളി ലൈഫ്, സൂപ്പർ ലൈഫ്, എല്ലാവർക്കും ഒരേപോലെ സമത്വം കിട്ടി. കർത്താവിന് മനസ്സിലായി, ഈ പുള്ളിക്കാരന്മാര് ശരിയാവത്തില്ല. ഞാൻ ഇതിനു വേണ്ടിയല്ല ജീവനെ കളഞ്ഞത്, ഞാൻ ഇതിനു വേണ്ടിയല്ല ജീവനെ കളഞ്ഞത്. അപ്പോസ്തലന്മാർ ഇപ്പോൾ ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരിക്കുക, അത് വേറെ കാര്യം. പക്ഷേ അത് ദൈവഹിതം വിട്ടായിട്ടാകരുത്. കർത്താവ് ഒരു പണി ചെയ്തു, ഇനി ഉമ്മാരെ നേരെയാക്കണമെങ്കിൽ ഒരുത്തനെ പൊക്കിയെടുത്തേ മതിയാകത്തുള്ളൂ. അങ്ങനെ സ്തെഫാനോസ് എന്ന് പറയുന്ന ആദ്യത്തെ രക്തസാക്ഷിയെ പൊക്കിയെടുത്ത് ഭൂമിയിലേക്ക് മാറ്റി നിർത്തി. 1ാമത്തെ പ്രസംഗം തന്നെ പുള്ളി ദേ കിടക്കുന്നത് ഭൂമിയിലേക്ക് അല്ലേ. അവസാന വിത്തും വിതച്ചുകൊണ്ട് പുള്ളി പോയി. ആ സ്തെഫാനോസിന്റെ മരണം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ സഭ ഛിന്ന ഭിന്നമായി പോയെന്നാ പറയുന്നത്. ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ ഒഴികെ, അപ്പോസ്തലന്മാർ മാത്രം യെരൂശലേമിൽ നിന്നു, ബാക്കി എല്ലാവരും ചിതറിപ്പോയി. ഒരു വലിയ പീഡയുണ്ടായി. പോയവരെല്ലാവരും സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഇതാ ദൈവഹിതം, ഇതാ ദൈവഹിതം. ദൈവം നമ്മെ കൂടിയിരിക്കാൻ വേണ്ടി ചിതറിപ്പോയി. ചിതറിന്റെ വഴക്കിട്ട് പോണ കാര്യമല്ല ഞാൻ പറയുന്നത്. ലോകത്തിനറ്റത്തോളം മത്തായി പറയുന്നില്ലേ, പുറപ്പെട്ടു പോയി ലോകത്തിനറ്റത്തോളം പോയി നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം.
അത് വിട്ട് ഒരുമിച്ച് കൂടിയിരിക്കാനല്ല, സുവിശേഷം അറിയിക്കാൻ വിളിച്ചിരിക്കുക നമ്മള്. അപ്പോസ്തലന്മാർക്ക് പറ്റിയ വലിയ തെറ്റുകൾക്ക് ഒരു ജീവന്റെ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നീട് നമുക്കറിയാം, ഫിലിപ്പോസൊക്കെ പോയി അവിടെ സുവിശേഷം പറഞ്ഞു, അത്ഭുതം അടയാളമൊക്കെ ചെയ്ത്. പക്ഷേ പുള്ളിക്ക് ചില ചില കൃപാവരമില്ല പുള്ളിക്ക്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിന് അഭിഷേകം കൊടുക്കാൻ പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ യെരൂശലേമിൽ പോയിട്ട് അപ്പോസ്തലന്മാരെ വരുത്തിച്ച് ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ വന്നു, സ്നാനം കൊടുത്തു, ആത്മസ്നാനം കൊടുത്തു. നമുക്കറിയാലേ, വ്യത്യസ്തമായ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു, സഭ വിശാലമായി തീർന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു ജീവൻ വിതച്ചത് കൊണ്ടാ, സ്തെഫാനോസിന്റെ ജീവൻ വിതച്ചത് കൊണ്ടാ. വേണം ഇങ്ങനെ പറയാം, ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ദൈവം ഉണ്ടല്ലോ, അല്ലേ? അവനോട് പ്രതികാരം ചെയ്യണമേ. ഞാൻ പറഞ്ഞ വാക്യമല്ല, 6-ാം അധ്യായം 5-ാം അധ്യായം 6-ാം അധ്യായം വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ കീഴിൽ നിന്ന്, അവിടെയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആലയത്തിന്റെ യാഗപീഠത്തിലെ കീഴിൽ നിന്ന് ആത്മാക്കൾ കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. യാഗപീഠത്തിലെ കീഴിൽ നിന്ന് ഞങ്ങളുടെ രക്തത്തോട് പ്രതികാരം ചെയ്യണമേ എന്ന് കരയുന്ന പഴയ നിയമഭക്തന്മാരുടെ വെളിപ്പാട് ദിവസം കർത്താവ് അനുവദിച്ചാൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പഴയ നിയമഭക്തന്മാർ നിലവിളിക്കുക, യാഗപീഠത്തിന് അടിയിൽ കിടന്ന്. 7 വർഷ പീഡനകാലത്തിന്റെ ഒടുക്കത്തിൽ ഇതേ വരാൻ പോകുന്നു. 7-ാം അധ്യായത്തില ഒടുക്കത്തിൽ വരാൻ പോകുക. അപ്പൊ കർത്താവിനെ പറയുന്നു, അല്പം കൂടി ക്ഷമിക്ക്, ഒരു കുറച്ച് ആൾക്കാരും കൂടി വന്ന് പെടാനുണ്ട്, രക്തസാക്ഷികളായ, അല്ലേ? കുറച്ച് പേരും കൂടി വന്ന് പെടുവാന്ന് കാത്തിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരാമെന്ന് പറയുന്നുണ്ടല്ലോ. പുതിയ നിയമസഭക്കാരതല്ല. ഹല്ലേലൂയ. എന്നുപാടെ ഞാൻ വിട്ടുപോകുക, അതിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പൊ കർത്താവ് താൻ കഷ്ടാനുഭവങ്ങളാൽ തൻ്റെ ജീവനെ വിതച്ചുകൊണ്ട് അനേക മക്കളെ തേജസ്സിലേക്ക് നയിക്കുകയാണ്. ഇത് തന്നെയാ സഹോദരങ്ങൾ നമ്മുടെ ജീവിതവും. നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത് വിത്തുകളാ, 2 സീഡുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണം വിതയ്ക്കാം. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വിതക്കാം, എൻ്റെ പേരും പെരുമയ്ക്ക് വേണ്ടി എനിക്ക് വിതക്കാം. അല്ലാതെ മറു സൈഡിൽ അതിനെ തകർത്തുകൊണ്ട് അകത്ത് വെച്ച ജൈവജീവന്റെ പ്രവൃത്തി പുറത്തെടുക്കുവാൻ വേണ്ടി എനിക്ക് വിതക്കാം. ഇത് രണ്ടും ഈ ഒരൊറ്റ ആയുസ്സിൽ അവനവൻ ശരത്തിരിക്കുമ്പോൾ നമുക്ക് വിതക്കാൻ ഒരു അവസരമുണ്ട്. എത്ര പേർ വിതക്കുന്നുണ്ട് ഈ തലമുറയിൽ? തന്റെ ജീവന്റെ വില കൊടുത്ത് ദൈവം വിളിച്ചിട്ട് പോലും എത്ര പേർ ഈ ഞാൻ ആഗോളമായ പറയുന്നത്, അതിൽ എത്ര ശതമാനം, വളരെ ചെറിയൊരു -% മാത്രമേ ഉള്ളൂ, 0.1% മാത്രമേ ഉള്ളൂ ഈ ജീവൻ വിതച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അത്രമാത്രം ഞാൻ പറഞ്ഞു, അത്രമാത്രം പറഞ്ഞു വിടുക. അപ്പൊ അതുകൊണ്ട് 2 വിത്തിന്റെയും പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ആയുസ്സിൽ, അല്ലേ? യെസ്, ഓക്കെ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തി എങ്കിലും പടയാളികൾ ഒരുത്തന് കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറത്തു വന്നു. അതിനകത്ത് ഒരല്പം പോലും മറ്റു ജീവനെ കുറിച്ച്, അല്ലേ, അവന്റെ ഭൂമിയിലെ ജീവനെ കുറിച്ച് ഒന്നും അവസാനം വരെ അവൻ വിതച്ചു കഴിഞ്ഞു, അല്ലേ? സെയിം ഇത് തന്നെയാണ് പഴയ നിയമത്തില് പാറയെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് വെച്ചിരിക്കുന്നത്. പുറപ്പാട് 17:6 1 കൊരിന്ത്യർ ലേഖനം 10:4 സെയിം വാക്യം നമുക്ക് കാണാൻ കഴിയും. ഈ നേരത്തെ വായിച്ചില്ലേ, യോഹന്നാൻ 4:10 വായിച്ചതുപോലെ, 14 വായിച്ചതുപോലെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നിരുറവയാകുന്നു. ആ ക്രിസ്തുവെന്ന ഉറവയിൽ നിന്ന് പഴയ നിയമത്തിൽ അതിനെ കാണാൻ കഴിയും. പുറപ്പാട് 17:4 പറയുക, നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിടുന്നത്. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. അന്ന് മോശ വടിയിലെ കൽപ്പിക്കുമ്പോൾ, അടിക്കുമ്പോൾ ആ പാറ ക്രിസ്തുവായിരുന്നു, തൻ്റെ ശരീരത്തെ കീറി മുറിക്കുന്നതായിരുന്നു. അവർ അന്ന് കുടിച്ച വെള്ളം ക്രിസ്തു എന്ന പാറയിൽ നിന്ന് കുടിച്ച വെള്ളമായിരുന്നു. അതേ ജീവനാണ്, അത് തന്നെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഭൂമി തകർത്ത് കളഞ്ഞത്. ഗ്രഹിച്ചു ഞാൻ പറഞ്ഞത്? പഴയ നിയമത്തിലെ പാറയിൽ നിന്ന് കുടിച്ച വെള്ളം അത് മറ്റൊന്നുമല്ല, അത് പിളർന്നിട്ടാ കുടിച്ചത്, അല്ലെ? കൈ നീട്ടിയാൽ മതിയായിരുന്നു. മോശനെ കൈ നീട്ടിയാൽ മതി, നീ വെള്ളം തുരുതുരാമോളെന്ന് ഒഴുകും. പക്ഷെ എന്തോടെന്നറിയാമോ? അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നീ പാറയെ അടിക്കണം, ഉടനെ ജലത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെട്ടു വരും, അല്ലെ? ഒരു പ്രവൃത്തി ചെയ്യാൻ പറയുക. എന്നറിയാമോ? ആ പാറ വേറെ ആരുമല്ലായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക.
ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയെ അടിച്ച് പിളർന്നിട്ട അതിൽ നിന്ന് ജീവന്റെ വെള്ളം കുടിച്ചത് അവർ. ഹല്ലേലൂയ. ക്രിസ്തുവൻ തന്റെ ജീവനെ നമുക്ക് തകർത്തു കളഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ഈ വാക്യം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച, വാക്യം ശ്രദ്ധിച്ച്, ഒരു നല്ലൊരു മർമ്മം. അവരെ അനുഗമിച്ച ഇസ്രായേൽ ദൈവം അനുഗമിക്കുകയായിരുന്നു. ശ്രദ്ധിച്ച് പഴയ നിയമഭക്തൻ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന ജനത്തിനെ പുറകെയായിരുന്നു ദൈവം. അവരെ അനുഗമിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമുക്ക് മുൻപേ ഒരുവൻ പോയിട്ടുണ്ട്, നാം അവനെയാണ് അനുഗമിക്കുന്നത്. വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്, മർമ്മങ്ങളും ആഴങ്ങളും അതിലുണ്ട്. ഗ്രഹിച്ചവർക്കായി സ്തോത്രം. അതെടുക്കാൻ പോയ എന്റെ സമയം വീണ്ടും പോകും. അവരെ അനുഗമിക്കുകയായിരുന്നു പണ്ട് ദൈവം, അല്ലെ, ക്രിസ്തു. ഇന്ന് നാം ക്രിസ്തുവിനെ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഫോളോ മീ, അല്ലേ? നമ്മുടെ കഴിഞ്ഞവരാ, നമ്മുടെ എൻഗേജ്മെന്റ് നമ്മൾ കർത്താവ് എന്നാ പറഞ്ഞ പുറപ്പെട്ടു പോകുവിൻ, ഗോ എന്നാ പറഞ്ഞത്. നമ്മളെ ആരും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കം അല്ലെ, വരുവാൻ നമ്മൾ കർത്താവ് പറഞ്ഞിട്ടില്ലെന്നും. നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുക, ലോകത്തിലേക്ക് പോയിട്ട് സുവിശേഷം അറിയിക്കല്ലേ. ഒരു ദിവസം കാഹളം എനിക്ക് പറയും, കം എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വാ എന്ന് പറഞ്ഞു. അന്ന് നമ്മളെ വിളിക്കും. ഹല്ലേലൂയ. അന്ന് നമുക്ക് യഥാർത്ഥമായി ഇതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. എണ്ണി 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 വാഗ്ദത്തങ്ങളും അവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മളത് പിന്നീട് പഠിക്കും. അതിനെ കുറിച്ചൊക്കെ അന്ന് എണ്ണി എണ്ണി കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. ആ ദിവസമാ നമ്മുടെ അല്ലേ, എൻ്റെ കിരീടധാരണ ദിവസം എന്നൊക്കെ പറയുന്ന ആ ദിവസമാണ്. ഇന്ന് വിതയ്ക്കുന്ന എല്ലാത്തിനും പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം. വിതക്കാതെ ഇരുന്നിട്ട് അവിടെ പോയി ഇങ്ങനെ കാര്യമൊന്നുമില്ല. ഈ മൂഢനായ ആൾക്കാർ ചെയ്യുന്ന ഇവിടെ വായിച്ചില്ലേ, വിത്തുണ്ട് കയ്യിൽ, അവൻ അവിടെ കിടന്നുറങ്ങി ആ വിത്ത് മുഴുവൻ തിന്നു. വിതക്കേണ്ട വിത്ത് അടുത്ത വർഷം കാത്തിരിക്കുക, കൊയ്യാൻ വേണ്ടി കാത്തിരുന്ന ആ പാടത്ത് പോയിട്ട് കിട്ടുവല്ലതും. വിതക്കേണ്ട കയ്യിൽ നമുക്ക് കയ്യിൽ സാധനം ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം. ഞാൻ എപ്പോഴും പറയുന്ന, ദൈവരാജ്യവും സമ്പത്തും എന്ന ക്ലാസ് എടുക്കും പഠിക്കും. ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളത്തിൽ ഒരു നല്ലൊരു ശതമാനം വിത്തുണ്ട്. ദൈവം നമുക്ക് എന്ത് തന്നാലും, അത് ശമ്പളമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, അല്ലേ, ആരോഗ്യമാവട്ടെ, എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അല്ലേ, എന്തുമാകട്ടെ, അതിനകത്തൊരു വിത്തുണ്ട്. ഗ്രഹിച്ചോ? വിത്ത് തിന്നിട്ട് അടുത്ത മാസം കിട്ടും, അല്ലെ അടുത്ത വർഷം കിട്ടും എന്ന് പറഞ്ഞാൽ കാത്തുനിന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഇതാ ദൈവമക്കളുടെ പരിതാപകരമായ കാര്യം. വിത്ത് മുഴുവൻ വലിച്ചു കയറ്റി അകത്തെ കയറ്റിട്ട് വയറും വീർപ്പിച്ച് ഗ്യാസ് ഇരിക്കുക. അടുത്ത വർഷം കാത്തിരിക്കുക, കർത്താവ് എനിക്ക് തരും, ഇങ്ങനെ പിടിച്ചു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ നിന്ന് കിട്ടാനാ? ഇതൊരു പ്രമാണമാണ്, ആത്മാവിന്റെ പ്രമാണം. പ്രമാണം വിട്ട് കർത്താവ് എവിടെ ചെയ്യാനാ? ഒരിക്കലും ചെയ്യത്തില്ല. പ്രമാണം വിട്ട് കർത്താവ് ഒരിക്കൽ പോലും ചെയ്യത്തില്ല. കർത്താവ് വിതക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എല്ലാം ദൈവേൽപ്പുണ്ട്. വിത്ത് ശമ്പളത്തിനകത്ത്, സമ്പത്തിനകത്ത് വിത്തുണ്ട്, അല്ലേ? എന്താ പറയുക, കുടുംബജീവിതത്തിനകത്ത് വിത്തുണ്ട്. എവിടെ നോക്കിയാൽ ആരോഗ്യത്തിനകത്ത് വിത്തുണ്ട്. എന്തും അതിനകത്തൊരു വിത്തുണ്ട്. എത്രത്തോളം വിത്ത് നാം മാറ്റിവെക്കുന്നുവോ അത് നമ്മുടെ ബുദ്ധി പോലെ ഇരിക്കും. 10% അത്ര ബുദ്ധി മതി. അടുത്ത വർഷം അത്രേ കൊയ്യത്തുള്ളൂ. അതല്ല, ഈ 100% ഞാൻ വിതയ്ക്കും, അടുത്ത വർഷം നിങ്ങൾ കൊയ്യാൻ പോകുന്നത് ഇരട്ടിയുടെ അധികമായിരിക്കും. ഇതൊക്കെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഗ്രഹിച്ചു വല്ലതും? ഞാൻ പണത്തെക്കുറിച്ചൊന്നും പറഞ്ഞതല്ല കേട്ടോ, ഒന്നും വിചാരിച്ചേക്കരുത്. ഇതെല്ലാം ഒരു വലിയ നന്മക്കായി ദൈവം നമ്മെ വ്യാപരിക്കുക. എന്തുവാ ഞാൻ വിട്ടു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ആ അടിച്ച പാറയിൽ നിന്ന് അടിച്ച് പിളർന്നിട്ട് അതിൽ നിന്ന് പുറത്തെടുത്ത വെള്ളം കുടിച്ചപ്പോൾ ആ പാറ ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് ആ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവസാനത്തുള്ളി വെള്ളവും, അല്ലേ, പുറത്തു വന്നു. തന്റെ ജീവൻ അവസാനം മുഴുവനും വിതച്ചു വെച്ച് കർത്താവ്. നമുക്കൊരു വിതക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ ചിലതൊക്കെ ഇന്നുകൊണ്ട് പോയിട്ടില്ല, കയ്യിലുണ്ട്. വയസ്സ് 60, 80 ആയിക്കാളും കുഴപ്പമില്ലെന്നേ. ഇന്ന് പറ, അല്ലേ, ഇന്ന് 80, 60, 80 ആയാലും അതിനകത്ത് ചെറിയൊരു വിത്തുണ്ടെന്നേ. ഇനിയും നാവ് വളയത്തില്ലേ, സംസാരിക്കാൻ പറ്റത്തില്ലേ? അതിനകത്തൊരു വിത്തുണ്ട്. ഇന്ന് വിതച്ചാൽ അത് കൊയ്യാൻ കഴിയും നമുക്ക്. അതല്ല, ഇനി എന്നെ കൊണ്ട് ആകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നാൽ ഗോതമ്പ് മണി ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ കർത്താവ് ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല.
കർത്താവ് പറഞ്ഞു തരും നമുക്ക് അനുസരിക്കേണ്ടതും. ഭാവിയെ ഓർത്തുകൊണ്ട് അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാ. ഭാവി ഓർത്തില്ലെങ്കിൽ നമുക്ക് വിതക്കണ്ട. നമുക്കറിയാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ക്രിസ്തു എന്ന പാറയിലും പൊളിച്ചിട്ടല്ലെങ്കിൽ ശരീരത്തെ തകർത്ത് കളഞ്ഞപ്പോൾ അതിന് ജീവനൊഴുകി. ആ യേശുവിലൂടെ ജീവനൊഴുകി, ക്രൂശിലൂടെ ആ ജീവനൊഴുകി, അപ്പോസ്തലന്മാരുടെ ആ ജീവനൊഴുകി, ഇപ്പൊ നമ്മളുടെ ആ ജീവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് ഒരുപാട് ആൾക്കാരുടെ ഒഴുകേണ്ട ഉത്തരവാദിത്വമുണ്ട്. യോഹന്നാന്റെ സുവിശേഷ ഭാഗം 7-ാം അധ്യായത്തിൽ നമുക്കറിയാലോ, 38-ാമത്തെ വാക്യം പറയുക, എന്നിൽ വിശ്വസിക്കുന്നതിനെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 7:38 അല്ലേ യോഹന്നാന്റെ സുവിശേഷ ഭാഗം. അവിടെ എഴുതി വെച്ചിരിക്കുക, നമ്മൾ വാ തുറക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ജീവന്റെ പ്രമാണത്തിന്റെ ഒഴുക്കുണ്ടാകണം. ജീവൻ കൊടുക്കാൻ നമുക്ക് അനുവാദമില്ല, പക്ഷേ അകത്ത് ജീവനുണ്ട്. അത്രമാത്രം ജസ്റ്റ് പറഞ്ഞു, ആ ഒഴുക്ക് ഇന്നും നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. എത്രയുടെ അകത്തുനിന്ന് ഒഴുകുന്നുണ്ട് ജീവന്റെ ഒഴുക്ക്? ആ ജീവജല നദികൾ എത്ര പേരുടെ അകത്തുനിന്ന് ഒഴുകുന്നുണ്ട്? ഒരു കാര്യം ഓർക്കണം, അതിനെക്കുറിച്ച് ആഴമായി പറയാൻ പോയി ഒരുപാട് പറയേണ്ടി വരും. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷങ്ങളുണ്ട്. ഈ ഒഴുകുന്നത് മുഴുവനും ഫലം കൊടുക്കാൻ കഴിയണം. നമുക്ക് ഫലമല്ല, നമുക്ക് പ്രൊമോഷൻ കിട്ടും, എല്ലാം കിട്ടും, വലിയ ആളാം, ഒക്കെ ശരി തന്നെയാ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നിത്യജീവങ്കിലേക്ക് സമ്പാദിക്കുന്ന, ഈ ലോകത്തിൽ നമ്മൾ ഒഴുകുന്ന ജീവൻ ഈ ലോകത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയില്ല, നിത്യജീവങ്കിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് ഗ്രഹിച്ചു നിങ്ങൾ? അതാ മൗനമായിട്ടാണോ? അതോ പറ്റാതിരിക്കുന്നത് കൊണ്ടാണോ? പറ്റു സഹോദരങ്ങളെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ സ്വയമാണ് നമ്മുടെ പ്രശ്നക്കാരൻ. ഒന്ന് തകർക്കുവാൻ ഒന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, വില കൊടുക്കേണ്ടി വരും, വലിയ വില. കർത്താവ് ചോദിക്കുന്നത് 10% അല്ലേ? ഒന്നൊന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്, എന്നെ തന്നെയാണ് ചോദിക്കുന്നത്. നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ദൈവം ചോദിക്കുന്നത് എന്നെയാ. എല്ലാവരും പറയും രക്ഷ ഫ്രീയാ ഫ്രീയാ ഫ്രീയാ. ലോകം മുഴുവനും അതാ പ്രസംഗം, യൂട്യൂബ് തോന്നാലും മുഴുവൻ അതാ രക്ഷ ഫ്രീയാ. ആരാ പറഞ്ഞ രക്ഷ ഫ്രീ ആണെന്ന്? ഞാൻ പറഞ്ഞ മനസ്സാവണം നിങ്ങൾക്ക്. ലോകം മുഴുവൻ അതാ പ്രസംഗിക്കുന്നത്, രക്ഷ ഫ്രീയാ ഫ്രീയാ ഫ്രീയാ. ശരിയാ, ആത്മാവിന്റെ രക്ഷ ഫ്രീയാ, പക്ഷെ ആത്മാവല്ലല്ലോ മനുഷ്യൻ. മനുഷ്യൻ ആത്മാവല്ലല്ലോ. സർവ്വലോകം നേടിയാലും അല്ലേ, നിന്റെ സോളിനെ, അവിടെ ആത്മാവല്ല, അവിടെ നിന്റെ പ്രാണനെ. അവിടെ കർത്താവ് ചോദിക്കുന്ന വില എന്താണെന്നറിയാമോ? 10% കൊണ്ടുവന്ന പരിപാടിയൊന്നും അല്ല, നിന്നെ തന്നെയാ ചോദിക്കുന്നത്. നമ്മെ തന്നെയാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 1:9 പറയുന്നത്, വിശ്വാസാന്തമായ ആത്മരക്ഷയല്ല, ദേഹിരക്ഷ. ഒരായുഷ്കാലം മുഴുവനും കർത്താവ് നമ്മോട് ചോദിക്കുന്നത് എൻ്റെ സുഖേ ജീവനെ തകർക്കാൻ വേണ്ടിയാ. എവിടെ ആരാ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഇവിടെയാ സഭ പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെയാ. കാരണം സ്വയത്തിലാണ് നമ്മൾ വളർന്നത്. നമ്മൾ വളർന്ന മുഴുവനും എവിടെയാ? സ്വയത്തിൽ. നിന്നെ ലോകത്തിൽ വലിയവനാക്കും, ലോകത്തിൽ നിന്നെ അതാക്കും ഇതാക്കും. സ്വയത്തിൽ നമ്മൾ വളർത്തിയെടുത്തു നമ്മളെ മുഴുവനും. ഇത് കല്ല് പോലെ നിന്ന പിന്നെ അകത്തുള്ള ജീവൻ പുറത്തു വരൂ. കാരണം കേൾക്കുന്ന മുഴുവൻ ലോകം പിടിക്കുന്ന സ്വയം വളരുകയല്ലേ, സ്വയം പടന്ന് പന്തലിക്കുകയല്ലേ നമ്മള്. പിന്നെ എങ്ങനെ അകത്ത് വെച്ച ദൈവജീവൻ പുറത്തു വരും നമ്മുടെയൊക്കെ? ഞാൻ പറഞ്ഞ പോലെ, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ നദികൾ ഒഴുകും. ആ ഒഴുക്ക് എവിടെയൊക്കെ ജീവനില്ലാത്തതിരിക്കുന്നു അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ജീവനായിട്ട് നിങ്ങളുടെ അകത്തുള്ളത്. വെളിപ്പാട് 22-ാം 1 മുതൽ 2 വരെ പഠിക്കുമ്പോൾ, വീതിയുടെ നടുവിൽ നിന്ന് ദൈവത്തിനെ കുഞ്ഞാടിനെ സിംഹാസനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പളങ്ക് പോലെ ശുഭ്രമായ ജീവനദിയും അവൻ എന്നെ കാണിച്ചു. ഇക്കരയും അക്കരയും ഒരുപാട് എന്നെ അത് വാക്യം പറഞ്ഞു വിടുകയാണ്. ഇതെല്ലാം ജീവന്റെ ഒരു ഉറവയെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. യോഹന്നാൻ 4:14 പറഞ്ഞതുപോലെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയെ തീരും. ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറയുന്ന കാര്യം അറിഞ്ഞാൽ മാത്രമേ ബാക്കി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ.
ഇനി പറയാൻ പോകുന്ന മുഴുവനും എൻ്റെ ഹെറിഡിറ്റി, എൻ്റെ പൈതൃകത്തെ കുറിച്ചാണ് പറയാൻ ഇനി പറയാൻ പോകുന്ന മുഴുവൻ. അടുത്ത ക്ലാസ് എൻ്റെ പൈതൃകം ജന്മനാ എനിക്ക് സിദ്ധിച്ചത്. ഞാൻ പറയുന്നത് ആദമിന്റെ മകനെ കുറിച്ചല്ല, ദൈവമകനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ആദമിന്റെ മകൻ, നീ ദൈവമകനെ കുറിച്ച്, അവന് സിദ്ധിച്ച കാര്യങ്ങൾ പുറത്തേക്ക്, ആ പൈതൃകത്തേക്ക്. ഇപ്പൊ നമ്മോട് ചോദിച്ചാൽ എൻ്റെ അപ്പന് സ്വത്ത് എത്ര ഉണ്ടായിരുന്നു, എനിക്ക് എത്ര കിട്ടി, നമുക്ക് കളപ്പാടവാ അല്ലേ? എൻ്റെ അപ്പന് 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, 10 മക്കളുണ്ടായിരുന്നു, എനിക്കൊരു ഏക്കർ കിട്ടി അല്ലേ? കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുത്ത് വാങ്ങും നമ്മളൊക്കെ അല്ലേ? നമുക്കറിയാം, നല്ലോണം അറിയാതെ മേടിച്ചെടുക്കുവാനായിട്ട്. പക്ഷെ അറിയാത്തതൊന്നുണ്ട്, നിത്യജീവങ്ങൾ ഇരിക്കുന്ന പിതാവിൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ എസെക്കിയേൽ 47 അധ്യായത്തിലൊക്കെ അവൻ ആലയത്തിന്റെ പ്രവേശത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെട്ടു പോയി. എന്താ കിഴക്കോട്ട് പുറപ്പെടുക? ആ കായീൻ പാപം ചെയ്ത് എങ്ങോട്ടാ പോയത്? കിഴക്കോട്ട് അല്ലേ? പഴയ നിയമത്തിൽ കൊണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചതാ. പഴയ നിയമ ആൾക്കാരെല്ലാം പാപം ചെയ്തിട്ട് ദൈവ സാന്നിധ്യം വിട്ട് കിഴക്കോട്ടാ പോകുന്നത്. കാരണം ദൈവത്തെ അനുഭവിക്കാതെ ഭയപ്പെടാതിരിക്കാൻ കിഴക്കോട്ട് വിട്ട് ഓടിപ്പോകുക. പക്ഷേ അവിടെ പറയാ കർത്താവിൻ്റെ ഒരു വലിയ മഹത്വം എന്ന് പറയും ഇതൊക്കെ വായിക്കുമ്പോൾ. കാരണം കിഴക്കോട്ട് ആ നദി ഒഴുകുകയായിരുന്നു, ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മളെ കിഴക്ക് കിടന്ന വെച്ച ആൾക്കാരാ അല്ലേ? ദൈവസന്നിധി വിട്ട് കിഴക്ക് കിടന്ന വെച്ച ആൾക്കാരാ. ഈ ജൈവജനനദി ക്രിസ്തുവിൽ നിന്ന് ഒഴുകി ആ കിഴക്കോട്ട് വന്നപ്പോഴാണ് നമ്മളും ജീവൻ പ്രാപിച്ചത് അല്ലേ? ഈ ഒഴുക്ക് ഇന്നും കിഴക്കോട്ടും പടിഞ്ഞോട്ടും വടക്കോട്ടൊക്കെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയത്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസം ചെന്നൈ വടക്കോട്ടായിരുന്നു, അവിടെ കുറെ ഒഴുക്കിയല്ലേ? മിണ്ടുന്നില്ല നിങ്ങൾ. എന്നിട്ട് പറയാ ആ ജീവന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ആലയത്തിന് ഉമ്മറപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം എന്ന് പറഞ്ഞ് താഴേക്ക് പറഞ്ഞു വന്നിട്ട് വരിക. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തിന്നിട്ട് സകലവും ജീവിക്കും. അത്ര പ്രാധാന്യം അറിയിക്കുന്ന നിത്യജീവന്റെ ഒഴുക്ക എന്നിൽ നിന്നിലും ജീവൻ ഒഴുകാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോ എവിടെ വന്നിട്ടുണ്ട്? എൻ്റെ ആത്മാവിൽ. ഹല്ലേലൂയ. അതെന്റെ ദേഹിലേക്ക് ഒഴുകണം, എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകണം, അത് എൻ്റെ ലോകത്തിലേക്ക് ഒഴുകാൻ ദൈവം ആഗ്രഹിക്കുക. അത് മറച്ചു വെക്കാതെ, അത് കെട്ടി അല്ലെ അടക്കപ്പെട്ട തോട്ടം പോലെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയല്ലത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ജീവനുണ്ട്, അത് വളരേണ്ടതാണ്, അത് ഒഴുകേണ്ടതാണ്, അനേ കൊടുക്കേണ്ടതാണത്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെയും അകത്ത് ആ ജീവന്റെ ഒരു ഉറവ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു മൺമതിലകത്താണ് കിടക്കുന്നത്. ഐ എന്ന് പറയുന്ന മൈൻ മീ എന്നൊക്കെ പറയുന്ന ചെങ്കലെ ഇത്രയും കനമുള്ള, അല്ലെങ്കിൽ മറ്റേ മതിലിന്റെ മുകളിൽ താമസിച്ച മറ്റേ പെണ്ണിന്റെ പേരെന്താ? മതിലിന്റെ മുകളിൽ യോശുവ എരിഹോ രാഹാബ് താമസിച്ച പോലെ അത്രയും കനമുള്ള മതിലായിരിക്കും അല്ലേ? 2 ബെഡ്റൂമൊക്കെ പണിയണമെങ്കിൽ അത്രയും വീതിയുള്ള മതില. അതുപോലെ നമ്മുടെ ഇവിടെ പണിത് വെച്ചിരിക്കുന്നതുകൊണ്ട് അകത്തുള്ള ദൈവജീവൻ പുറത്തേക്ക് ഒഴുകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വയത്തെ ഉടക്കാൻ തയ്യാറാണെങ്കിൽ ആ നിങ്ങളുടെ അകത്തു ദൈവിച്ച ദൈവജീവൻ ഒഴുകാൻ തുടങ്ങിയാൽ അതിനെ തടയുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുത്തിന് പോലും കഴിയത്തില്ല. ഒരുത്തിന് പോലും. നമ്മൾ ദൈവപ്രവൃത്തി ആരംഭിച്ചവൻ അവസാന ദിവസം വരെ അത് തീർത്തിട്ടേ പോകത്തുള്ളൂ. അതിനെ തകർക്കുവാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. കാരണം അതൊഴുകുന്നത് സിംഹാസനത്തിൽ നിന്നാ, സ്വർഗത്തിൽ നിന്നാ, ദൈവത്തിൽ നിന്നാ, ക്രിസ്തുവിൽ നിന്നാ, ക്രൂശിൽ നിന്നാ അത് ഒഴുകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു മിനിസ്ട്രിയിലേക്ക് നമ്മളെല്ലാം കടന്നു വന്നേ മതിയാകത്തുള്ളൂ. അവരും കൂടി പറഞ്ഞിട്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒഴുക്ക് തുടങ്ങിയതാ ആ ജീവന്റെ ഒഴുക്ക്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു വരികയാണ്. ഉൽപ്പത്തിയിൽ ഒഴുകിയ ജീവന്റെ ഒഴുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വരെ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം, ഉൽപ്പത്തി 2-ാം അധ്യായം 9 മുതൽ കാണുമ്പോൾ ഞാൻ 10-ാമത്തെ വാക്യം മാത്രം വായിക്കുക. തോട്ടം നനപ്പാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേന് പീശോൻ എന്നൊക്കെ താഴേക്ക് പറഞ്ഞു വരിക. എന്നിട്ട് പറയുക, ആ ദേശത്തിലെ പൊന്ന് മേത്രമാകുന്നു. ഇന്നത്തെ 916 ഒന്നും അല്ലട്ടോ, യഥാർത്ഥ സ്വർണ്ണം ഒന്നും അല്ല. അത് കിടക്കുക അങ്ങ് വിശാലമായി കിടക്കുന്ന സ്വർണ്ണങ്ങളാ. ഇന്ന് കിട്ടുന്ന സ്വർണ്ണമൊക്കെ മായം ചേർന്നതാ. ഇവിടെ പറഞ്ഞ സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ വിവരിക്കാൻ പോയി ഒരുപാട് പറയേണ്ടി വരും.
മേൽത്തരമായിരുന്നു. അവിടെ ഗുൽഗുവും ഗോമേതകവുമുണ്ട്. രണ്ടാം നദിക്ക് അല്ലെ ഗീഹോൻ എന്ന് പേർ, അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് അല്ലേ ഇത് ഒക്കെ പറഞ്ഞു വരിക. അത് കിഴക്കോട്ടൊഴുകുന്നു. ഇതൊക്കെ ആ ജീവന്റെ നദിയെക്കുറിച്ച് പറയുക. വിട്ടുപോയ, ദൈവത്തെ വിട്ട് ദൂരെ കിഴക്കോട്ട് പോയ ജനങ്ങളിലേക്ക് കിഴക്കോട്ട് ആ നദി അന്നേ ഒഴുകിയതാ. ഏദൻ തൊട്ട് മനുഷ്യൻ പിരിയുന്നതിന് മുമ്പ് തന്നെ ഏദൻ ആ നദി ഒഴുകിയിട്ടുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ഒരൊറ്റ ദൈവം, ഏകനായ ദൈവം അല്ലേ. സിംഹാസനങ്ങളല്ല, സിംഹാസനം ഒരു സിംഹാസനമേ ഉള്ളൂ അവിടെ. ഏകനായ ദൈവം മൂന്നായി മാറിയത് അല്ലെ. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ആ ഏകനായ ദൈവമായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ എന്തിനാണ്? മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തന്നെ മൂന്നായി മാറ്റപ്പെടുന്നു അല്ലേ. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളങ്ങ് നദി പോലെ ശുഭ്രമായ ജീവജനദിയും അല്ലേ അവിടെ അവനെ കാണിച്ചു. ആ ഒഴുക്ക് നമ്മൾ അനന്ത നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെയും അത് കാണാൻ കഴിയും. അത് സമൃദ്ധിയായി ഒഴുകുന്നത്. ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൈയടിക്കുന്ന ഒച്ചപ്പാട്, കൈ അടിക്കാൻ വെറുതെ മോഹം കൊണ്ടായിട്ട് അടിക്കുന്നതല്ല അല്ലേ. കൈവേദനിക്കുന്നാലും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാ. കാരണം നിത്യജീവന്റെ മൊഴികളത്. ഹല്ലേലൂയ. എന്നെ തികഞ്ഞവനാക്കുവാൻ, ഈ ആയുസ് ദൈവത്തിന് കൊള്ളാവുന്നവനാക്കി തീർക്കുവാൻ. അതുകൊണ്ട് ഉൽപ്പത്തിയിൽ ഒഴുക്കിയ, ഇത് നല്ല രസമാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഓരോ നദിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നല്ല രസമാണ്. എന്നാലും ഞാൻ വിട്ടുപോകുക. ആ നദി ഇന്നും അത് അന്ന് മുതലല്ല, ഇനി വരാൻ പോകുന്ന അനന്ത നിത്യതയിൽ പോരും അല്ലേ. പണ്ട് നിത്യത മുതൽ നിത്യത വരെ പഠിച്ചിട്ടുണ്ട്. അതല്ല, അതിന് വരാൻ പോകുന്ന അനന്തമായ നിത്യതയിൽ, ഭാവി നിത്യതയിൽ അത് വീണ്ടും ഒഴുക്ക് കാണും. അത് അന്നും ഒഴുകിക്കൊണ്ടിരിക്കുക, അത് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മളിവിടെയൊക്കെ. എത്രക്ക് മനസ്സാവുന്നുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലരൊക്കെ വിളിച്ച് ഒരു വാക്ക് അല്ലേ, മോളെന്ന് വിളിച്ച്, ഒരാൾ മോളെന്ന് വിളിച്ച് ആ സഹോദരി കരച്ചിലായിപ്പോയി. കാരണം ചില വാക്കുകൾ മതി. നമ്മുടെ ബ്രദറൊക്കെ ഹോസ്പിറ്റൽ, അനിൽ ബ്രദറെ ഹോസ്പിറ്റലിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. അദ്ദേഹത്തിൻ്റെ വൈഫിനെയൊക്കെ വിളിച്ച് പേര് വിളിക്കാതെ ഒന്ന് മോളെന്ന് വിളിച്ചാൽ ആ മോളെന്ന വിളി മതി ആ ജീവൻ ഒഴുകുവാനായിട്ട്, ഒരു തീരുമാനമെടുക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഒഴുകുന്നത് ജീവന്റെ ആഴത്തിൽ നിന്നാ. നമുക്ക് പിടിക്കുന്ന എല്ലാവരും കർത്താവിന്റെ യഥാർത്ഥ മിനിസ്ട്രിയിലേക്ക്, ജീവന്റെ ഒഴുക്കുള്ള മിനിസ്ട്രിയിലേക്ക്, അവിടെ സ്വയം വരുമ്പോഴാണ് നമുക്ക് ആദ്യ അഹങ്കാരങ്ങളും നിഗളവും അല്ലേ, എന്നെ മാനിച്ചില്ല, അത് വരുന്ന മറ്റൊന്നുമില്ലെന്നേ. ഇത് അവിടെ മഹത്വം മുഴുവൻ കർത്താവിന് മാത്രമായി തീരും. കർത്താവ് അങ്ങനെ ഒരു ജനത്തെ കർത്താവ് ഉയർത്തിയെടുക്കട്ടെ കർത്താവിന് വേണ്ടി തലമുറയിൽ. ഹല്ലേലൂയ. സന്തോഷമാണല്ലയോ? ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് കടക്കുക. കർത്താവ് എന്തിനു വേണ്ടി വന്നു എന്നല്ലേ, അതും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാൻ 10:10 കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞിട്ട് വരിക. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ല, അത് പിശാച് വന്നത് എന്തൊക്കെയാ? കൊല്ലാൻ വേണ്ടിയാ. കഴുത്ത് പിടിച്ച് ഞെരിക്കൊള്ളാൻ വേണ്ടിയാ. അത് നല്ലവണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായി അത് പിശാച് സഭക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ലോകത്തിൽ അനേക സഭകൾക്കകത്തും പിശാച് നല്ലവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാ, അവർക്ക് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി തരുവാനും ഇദ്ദേഹത്തെ പറഞ്ഞത് ഒരു വിത്ത ദൈവം നമുക്ക് നൽകിയത് അല്ലേ. യോഹന്നാൻ 1:12 പറയുന്നു, എന്താ പറഞ്ഞത്? അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളായി തീരുവാൻ, ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുവാൻ. എങ്ങനെയായിത്തീരുന്നത്? വെളിപ്പാട് 21-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുന്നു, സംഭവിച്ചു തീർന്നു. ഭൂമിയുടെ 7000 വർഷം ആയുസുള്ള ഭൂമിക്കകത്ത് ദൈവത്തിന്റെ പ്രൊജക്ട് അവസാനിക്കുമ്പോൾ വാക്യം 7-ാം വാക്യം പറയുക, അവർ എനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായി തീരുന്ന സമൃദ്ധിയിലേക്ക് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി ദൈവജീവൻ ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളോളമായി വരുവാൻ വേണ്ടി. ഓക്കെ, ആത്മാവിൽ മാത്രമല്ല, ദേഹി മുഴുവനും സൂക്ഷ്മജീവനെ തകർത്തിട്ട് ദേഹി മുഴുവനും ദൈവജീവനാൽ നിറയപ്പെട്ട് നമ്മുടെ ശരീരം മുഴുവനും ദൈവജീവനാൽ നിറയപ്പെടുന്ന ഒരു വലിയൊരു പുരുഷാരത്തെ അവിടെ കാണാൻ കഴിയുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക അല്ലേ. കുഞ്ഞാടിന്റെ അവിടെ കാണുമ്പോൾ 21:7 പറയുക, ഞാൻ ആൽഫയും ജയിക്കുന്നവന് അവകാശമാക്കും, അവർ എനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായി, അല്ലെങ്കിൽ ദൈവമായി തീരും, അല്ലെങ്കിൽ പിതാവുമായി തീരുന്ന ഒരു വലിയ ഒരു പ്രൊജക്റ്റിന്റെ ആരംഭം ദൈവം നമ്മെ കുറിച്ചിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ്
കർത്താവ് കാൽവറി ക്രൂശിൽ അത് ആരംഭിച്ചു. 31:26 ആരംഭിച്ചു. പക്ഷേ അത് കഴിഞ്ഞില്ല, നഷ്ടപ്പെട്ടു പോയി. 31:26 ആ പ്രൊജക്ട് ദൈവം ആരംഭിച്ചതാ. പിതാവ് ശ്വാസമോദി ആ പ്രൊജക്ട് ആരംഭിച്ചതാ. പക്ഷേ ചില നാൾ വേണ്ടി വന്നത് അതിനു മുമ്പേ തകർന്നുപോയി, അല്ലേ? വീണ്ടും ക്രിസ്തു കാൽവറി ക്രൂശിന് മുമ്പായിട്ട് ശിഷ്യന്മാരിലേക്ക് ഒന്ന് ഊതിക്കൊടുത്തു. 19-ാം അധ്യായത്തിലെ സുവിശേഷ ഭാഗം അവൻ പുതിയൊരു ജീവൻ നമ്മളിലേക്ക് പകർന്നു നൽകി. ഹല്ലേലൂയ. ആ ജീവൻ നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സൃഷ്ടിപ്പ്. എന്താ സൃഷ്ടിപ്പ്? ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ലൂക്കോസിന്റെ സുവിശേഷ ഭാഗം അതിന്റെ 3-ാം അധ്യായം ലാസ്റ്റ് വാക്യം പറയുന്നു, വംശാവലിയെ കുറിച്ച് പറഞ്ഞ അവസാനം എന്ന് പറയുക, ആദം ദൈവത്തിന്റെ മകൻ. അതിൽ നിൽക്കുവാൻ ആദത്തിന് കഴിഞ്ഞില്ല, നഷ്ടപ്പെട്ടു പോയി ആദം. അത് ഇറക്കി വെച്ചു, പുത്രത്വം എന്ന പദവി ഇറക്കി വെച്ചു. എന്നാൽ കാൽവറി ക്രൂശിൽ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് കാറ് കിട്ടാനും വീട് കിട്ടാനും ലോകസൗഖ്യം കിട്ടാൻ വേണ്ടിയല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്. പഴയ നിയമത്തിൽ ഏത് കുളത്തിൽ പയ്യൊന്ന് മുങ്ങിയാൽ മതി, കുഷ്ഠം മാറും, ഇല്ലേ? എന്തോരം അത്ഭുതങ്ങളാ പഴയ നിയമത്തിൽ സംഭവിച്ചത്. അതിനുവേണ്ടി കർത്താവ് ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നയമാനോടൊക്കെ പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പോയി കുളിക്കലാന്നൊക്കെ പറഞ്ഞാൽ മതി, അല്ലേ? ഇല്ലെങ്കിൽ എരിഹോ പട്ടണം മുഴുവൻ ചുറ്റിട്ട് ചുമ്മാ കൂക്ക് വിളിച്ചാൽ മതി, കോട്ടകൾ തകർന്നു വീഴും. ഇതിനേക്കാൾ കൂടുതൽ അപ്പുറത്ത് അവിടെ കിടക്കുകയാണ്. അതിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചെങ്കിൽ അത് ഏറ്റവും ബാലിശമായ കാര്യമാണ്. അതിനു വേണ്ടിയല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്. നമുക്ക് നന്മ തരാൻ വേണ്ടി, ഈ ഇതിലെ ലോക നന്മകൾ തന്ന് നമ്മളെ സൂഹിപ്പാൻ വേണ്ടിയല്ല കർത്താവ് മരിച്ചത്. കർത്താവ് വന്നത് ജീവൻ പകർന്നു തരാൻ വേണ്ടിയാണ്. ഏത് ജീവനാ? 31:26 ആരംഭിച്ച ആദം ദൈവത്തിന്റെ മകനെന്ന് ലൂക്കോസ് 3-ന്റെ അവസാന വാക്യം പറഞ്ഞ് മനഃപൂർവം സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ പുത്രത്വം എന്ന പദവി, ആ പുത്രത്വം എന്ന പ്രൊജക്ട് ക്രിസ്തുവിലൂടെ, ക്രൂശിലൂടെ അവൻ നമുക്ക് പകർന്നു വന്നു, അല്ലേ? എന്നിട്ട് പറയുക, നിങ്ങളിപ്പോൾ അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവമക്കളായി തീരുവാൻ നമുക്കൊരു വിത്ത് നൽകിയിട്ടിരിക്കുക. ആ വിത്തിനെ എന്ത് ചെയ്യണം? സമൃദ്ധിയായി നമ്മൾ വർദ്ധിക്കുവാൻ, നമ്മുടെ സ്വയത്തെ തകർത്ത് കളയുവാൻ, നമ്മുടെ സ്വയജീവനെ തകർത്തുകൊണ്ട് ആ ദൈവജീവനെ പുറത്തേക്ക് ഇടുമ്പോൾ വെളിപ്പാട് സ്ഥിതി പറയാം, അവർ എനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായി തീരും. ഹല്ലേലൂയ. അവരാണ് ആ പർദീസയിൽ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ കോഴിക്കൂട്ടിൽ വേറൊരു ജീവി ഉണ്ടാകത്തില്ല. ഒരു താറാവും കോഴിക്കൂട്ടിൽ ഉണ്ടാകത്തില്ല. കോഴിക്കൂട്ടിൽ ഒരേ ഇനമുള്ള കോഴികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചെമ്പോത്തിന്റെ കൂട്ടി രാത്രി പോയി നോക്കിയാൽ അതിനകത്ത് കുയിലോ കാക്കയോ ഒന്നും ഉണ്ടാകത്തില്ല. അത് ചെമ്പോത്തും കുടുവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കുയിലിന്റെ കൂട്ടിൽ ബാക്കി 6 മണിക്ക് ശേഷം ആ രാത്രി ഇരിഞ്ഞടങ്ങുമ്പോൾ ആ കൂട്ടി പോയി നോക്കിയാൽ പാട്ടർ കയറിക്കോ, അവിടെ ഒരിക്കലും മറ്റൊരു പക്ഷികളും അതിനകത്ത് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിലെ പ്രൊജക്ട് അവസാനിച്ചു കഴിയുമ്പോൾ ആ സ്വർഗീയ പർദീസയിൽ, ആ കൂട്ടിൽ ദൈവത്തെ പോലെ, ദൈവത്തിന്റെ മക്കൾ, യേശുവിനെ പോലെയുള്ളവരല്ലാതെ വേറെ ആരും ആ കൂട്ടി കാണത്തില്ല. അതിനുവേണ്ടി, ആ ജീവന്റെ ഒഴുക്കിന് വേണ്ടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തെ കുറിച്ച് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. 10-30 ക്ലാസ്സോളം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ജീവന്റെ ഇത് ഒഴുകുവാൻ, വിട്ടുകൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം സഹോദരങ്ങളെ. പരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചാൽ നമ്മള് വീണ് കിടന്നവരാ. നമ്മള് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് നടത്തുവാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലക്ഷ്യം തെറ്റിപ്പോയാൽ നമ്മൾ. പക്ഷെ ഇന്ന് ലക്ഷ്യം തെറ്റിയിട്ടില്ല. നമ്മുടെ യഥാർത്ഥ ജീവന്റെ മൊഴികളാണ് ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ആയുസ്സിൽ ദൈവത്തിന് പ്രയോജനകരമായ ആത്മാവിൽ വന്ന ദൈവജീവൻ എൻ്റെ ദേഹത്തിലേക്ക് ഇറങ്ങി ലോകത്തിലേക്ക് ഒഴുകിക്കൊടുക്കുവാൻ ദൈവം വിളിച്ച തലമുറയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മാത്രമാണ്. നരേന്ദ്രമോദിയോ അമേരിക്കൻ പ്രസിഡന്റോ ഒന്നും അല്ല ഈ തലമുറയിൽ ജീവൻ ഒഴുക്കേണ്ടത്. ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനുവേണ്ടി കർത്താവ് തന്റെ അവസാന ജീവനെ തകർത്ത് കളഞ്ഞത് നമ്മളോട് ഒഴുകാൻ വേണ്ടിയാ. അവിടെ നിന്ന് ഒഴുകി, അപ്പോസ്തലന്മാരെ ഒഴുകി, ശിഷ്യന്മാരെ ഒഴുകി, ഇന്ന് ഈ തലമുറയിൽ എന്നിലൂടെ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞു വെച്ചാലുണ്ടല്ലോ, അത് കർത്താവ് അതിനർത്ഥം ഉത്തരം പറഞ്ഞു തരും. കർത്താവ് നമ്മെ വിളിച്ചത് യഥാർത്ഥ പുത്രന്റെ ജീവൻ, നിത്യജീവൻ, സ്വയജീവൻ നമ്മൾ ഒഴുകാൻ വേണ്ടിയാണ്. തടഞ്ഞു വെക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ കണക്ക് പറയേണ്ടി വരും. ഇന്ന് രാത്രി ഞാൻ പറയുക, കണക്ക് പറയേണ്ടി വരും നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടി ദുഃഖത്തിലേക്ക് 15-19 വാക്യം പറയുക, ഇഹലോകത്തിലേക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ദൈവജീവനെ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഓർക്കണം, അതിനു വേണ്ടിയല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്. ജീവൻ തടഞ്ഞു വെക്കാൻ വേണ്ടിയല്ല.
എനിക്ക് വേണ്ടി ഇത് തടഞ്ഞു വെട്ടി എന്റെ ഭാഗം കെട്ടിവെച്ചാൻ വേണ്ടിയല്ല, അത് ഒഴുകാൻ വേണ്ടിയാ. ഈ തലമുറയിൽ എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയാ, ഒഴുകാൻ വേണ്ടി. അത് തടഞ്ഞു വെക്കരുതേ എന്നൊരു അപേക്ഷ മാത്രം ഇന്ന് രാത്രിയുള്ളൂ. കർത്താവ് വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായിട്ട് തരുവാനുമാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും ആവട്ടെ, ഒരു വ്യക്തി മരിച്ചു കിടക്കുക, അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോൾ ഒരു മാരുതി കാർ ഓടിക്കുന്ന ഒരു മോഹം ഉണ്ടായി. എന്തെങ്കിലും ആവട്ടെ, എക്സാമ്പിൾ പറയാ, ഒരു മാരുതി കാർ വേണ്ട, ഒരു കീ കീ എങ്കിൽ കീ എന്തെങ്കിലും ആവട്ടെ, ഒരു അല്ലേ ഏറ്റവും ചെറുത് വെച്ചാൽ മതി. ഒരു പെപ്സി കുടിക്കാൻ കൊതിയാന്ന് വിചാരിച്ചു, ഏറ്റവും ചെറുതെടുക്കാം. അദ്ദേഹം, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പെപ്സി കുടിക്കാൻ കൊതിയായിരുന്നു, പക്ഷെ വകുപ്പില്ലായിരുന്നു. മക്കളുടെ ഭാവിയും വിദ്യാഭ്യാസവും, ഷുഗറുള്ള അപ്പനും പ്രഷറുള്ള അമ്മയൊക്കെ നോക്കി പുള്ളിക്കൊരു ഗ്ലാസ് പെപ്സി പോലെ കുടിക്കാൻ പൈസ മുടക്കാൻ ഒന്നുമില്ലാതെ അദ്ദേഹം വൃദ്ധനായി മരിച്ചുപോയി. മരിച്ചു കിടക്കുക ഇവിടെ അല്ല, പഠിക്കുന്ന വേണ്ട, അല്ലേ? അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ പറയുക, എന്റെ അപ്പന് ഭയങ്കര ഇഷ്ടമാണ് പെപ്സി കുടിക്കുവാൻ, കൊക്കക്കോള കുടിക്കുവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മക്കള് പോയിട്ട് ഒരു ടാങ്കർ ലോറി നിറച്ച് പെപ്സി കൊണ്ടിട്ട് പറയാ, അപ്പാ കുടിക്കപ്പ എന്ന് പറഞ്ഞാൽ ആ അപ്പന് ജീവൻ വെച്ചെന്ന് വിചാരിച്ചോ? അപ്പന് ജീവൻ, തൽക്കാലം പറയും ഒരു ജീവൻ വെച്ചെന്ന് വിചാരിച്ചോ? അപ്പം പറയും, മക്കളെ എനിക്ക് പെപ്സിയും വേണ്ട, കൊക്കക്കോളയും വേണ്ട, അല്ലേ, കായ്ക്കട ബിരിയാണി എനിക്ക് വേണ്ട, ഇച്ചിരി ജീവൻ തന്നിരുന്നുവെങ്കിൽ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞേനെ. നിത്യജീവൻ എന്നിലും നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് അതിന്റെ വില നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനിന്ന് രാത്രി പറയാം, എന്റെയും നിങ്ങളുടെയും അകത്ത് വന്ന ദൈവജീവന്റെ വില ഇന്നും മനസ്സിലായിട്ടില്ല ദൈവത്തിന്റെ ജനത്തിന്. അത് മനസ്സിലാവുന്ന ദിവസമുണ്ട്. എന്റെ ഈ സുഖേ ജീവൻ അത് നഷ്ടപ്പെടുമ്പോൾ അറിയും അന്ന് ആ ജീവന്റെ വിലയുടെ പ്രാധാന്യം. അന്ന് പറയും, തിരിച്ചു തരുവാൻ ഒരവസരവും ഉണ്ടാകത്തില്ല. 1 Korinത്യർ 12 4 വാക്യം പറയുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാം എല്ലാം അതിൽ തക്കവണ്ണം പ്രാപിക്കാൻ ഒരു ദിവസം ന്യായവിധിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ വീണ്ടും 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 എഴുതിയെടുക്കാം. പക്ഷെ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരൊറ്റ എഴുത്തേ ഉള്ളൂ, അത് എഴുതാൻ ജയിക്കാൻ തക്കവണ്ണം എഴുതിയേ മതിയാകത്തുള്ളൂ. ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ ദൈവം തുറന്നു വെച്ച് തരികയാണ്, നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തരികയാണ്. ആർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ആകത്ത് വന്ന ദൈവജീവൻ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് എഴുതിക്കാം. ഒന്ന് കണ്ണടച്ച് എല്ലാവരും, ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ച് എല്ലാവരും ഒരു നിമിഷം, അല്പസമയം 2, 3, 4 മിനിറ്റ് മാത്രം ഞാൻ എടുക്കുക. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ച് നോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവിനോട് പറഞ്ഞു, എന്റെ അകത്ത് വന്ന ദൈവജീവൻ. പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ജീവിച്ചവരാ നമ്മളെല്ലാവരും. നരകത്തിന്റെ ആടുകളായി എണ്ണപ്പെട്ട് പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ജീവിച്ചവർ. എന്നാൽ നമ്മൾ ചോദിക്കാതെ വചനം ഇങ്ങനെ പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർത്തിട്ട് അവസാന ശ്വാസം വരെ, ജീവൻ വരെ തകർത്തിട്ട് അകത്തു വച്ച ദൈവജീവനെ പുറത്തേക്ക് ഒഴുകി തന്നത് അത് നമുക്ക് പ്രാപിക്കുവാനും നമ്മൾ ഒഴുകാൻ വേണ്ടിയാണ്. ദൈവജനം ഇന്ന് ആ ദൈവജീവൻ എത്രമാത്രം മറച്ചു വെക്കുന്നു ചോദിച്ചാൽ അത് പറയാൻ നമ്മുടെ മക്കൾ വാക്കുകളില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് 2 ജീവൻ തന്നിട്ടുണ്ട് ഇന്ന്. ദേഹി ജീവൻ. എനിക്ക് എന്തു ചെയ്യാൻ, എന്റെ അറിവ് സമ്പാദിക്കാം, ജോലി സമ്പാദിക്കാം, സമ്പത്ത് സമ്പാദിക്കാം, പേരും പെരുമയും സമ്പാദിക്കാം. ദൈവം ഒരിക്കലും എതിരില്ല. പറയുന്ന പോലെ 15:19 പറയുന്ന പോലെ ഇഹലോകത്തിലേക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ അരിഷ്ടന്മാരത്രേ എന്ന് പറഞ്ഞതുപോലെ, മറ്റൊരു പറഞ്ഞാൽ യൂദയെ പോലെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രം പറയാനുള്ളൂ. മറു സൈഡിൽ ഇന്നൊരു പ്രത്യാശ നമുക്കുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, മുടിയായ പുത്രൻ ദൂരെ പോയിട്ട് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ ഇന്നും കാത്തിരിക്കുന്ന പിതാവ്, ഭവനം പണിതുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. പക്ഷെ അവിടെ ചെല്ലണമെങ്കിൽ ഏത് പക്ഷിയാണോ ആ പക്ഷികൾക്ക് മാത്രമേ ആ കൂട്ടിൽ ചേക്കേറാൻ കഴിയത്തുള്ളൂ.
ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ആരെപ്പോലെയായി മാറാനാ നമ്മുടെ വ്യഗ്രത. ഏത് ജീവന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവൻ മുഴുവനും, ജീവൻ മുഴുവനും, സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മുഴുവനും തകർത്തിട്ട് അകത്തു വച്ച ദൈവജീവനെ പുറത്തേക്ക് എന്റെ ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കും, ദേഹിയിൽ നിന്ന് ശരത്തിലേക്കും, ശരത്തിൽ നിന്ന് ലോകത്തിലേക്കും ഒഴുക്കുവാൻ വിളിക്കപ്പെട്ട ജീവിതം. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ ചെറിയ ജീവിതത്തിന് വേണ്ടിയല്ല എന്റെ ജീവിതം. നിത്യമായിരിക്കുന്ന ജീവിതമുണ്ട്, ജീവനുണ്ട്, ജീവിതമുണ്ട്. അതിനുവേണ്ടി ലാക്കാക്കി അത് കണ്ടുകൊണ്ട് അതിലേക്കാണ് എന്റെ ജീവിതം ഞാൻ ഇന്ന് ക്രമപ്പെടുത്തുന്നതെങ്കിൽ അവരെക്കാൾ ബുദ്ധിമാന്മാരായ ഒരു മനുഷ്യൻ വേറെയില്ല. സങ്കീർത്തനക്കാരൻ 49:20 പറയുന്ന പോലെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ എന്തേ മാനം? അതെ, നമുക്കൊരു നിത്യജീവനുണ്ട്, നമുക്ക് പിതാവ് സ്വർഗത്തിലുണ്ട്. ആ ജീവന്റെ സമുദ്രത്തിലേക്ക് വളരാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ മാനം നഷ്ടപ്പെട്ടു പോയിട്ട് വിവേകശൂന്യായി തീർന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി ഓർക്കണം, നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന. നമ്മുടെ മാനം കളയരുതേ. ഇന്ന് പകൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. മടങ്ങൊരു അവസരമാണ് നമുക്ക്. ഇന്ന് രാത്രിയാവട്ടെ ആ സുപ്രധാന ദിവസം, രക്ഷാദിനം. ചിലരുടെ അകത്ത് ദൈവജീവന തുടിപ്പുകൾ അനങ്ങുന്നുണ്ട്. ചിലരുടെ അകത്ത് ആ ജീവന്റെ തുടിപ്പുകൾ, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുമ്പോൾ അത് തുടിക്കുന്ന പോലെ തുടിപ്പുകൾ ഇന്ന് രാത്രി ആത്മാവിലെ തുടിപ്പുകൾ ഉയർന്നുണ്ട്. ദേഹിയുടെ ഏത് വലയത്തെയും തകർക്കാൻ തക്കവണ്ണമുള്ള ആ ആത്മാവിന്റെ ശക്തിയുടെ തുടിപ്പിന്റെ രാത്രി ഈ ഒഴുകട്ടെ. എത്ര ദേഹി ജീവൻ ബലപ്പെടുത്തിയാലും ഒന്നേൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ വൻമതിൽ ഇടിച്ചു കളയാൻ തക്കവണ്ണമുള്ള ഒരാർപ്പോടെ എരിഹോ പട്ടണം അവർ ചുറ്റി സഞ്ചരിച്ചു. 7-ാം ദിവസം 7 മാസം ആർപ്പിട്ടപ്പോൾ ആ ജനത്തിന്റെ മുമ്പിൽ അത് ഇടിഞ്ഞു വീണതുപോലെ ഒരു ജീവന്റെ തുടിപ്പിന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഉള്ളിൽ നിന്ന് ഒഴുകാൻ തക്കവണ്ണം ഒന്ന് സമർപ്പിച്ച് നമ്മൾ നിത്യജീവനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ഒരുപാട് പഠിക്കുവാനുണ്ട്. കാരണം എന്റെ പിതാവിന്റെ പൈതൃകമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അതിനെക്കുറിച്ച് അറിയുമ്പോൾ, ആ എൻവയൺമെന്റ്, ആ പരിസ്ഥിതിയൊക്കെ അറിയുമ്പോൾ, ഞാൻ ആരാണെന്നും എന്തിനു വേണ്ടി ജീവിക്കുന്നതൊക്കെ അറിയുമ്പോൾ, അറിയാതെ ഒഴുകുന്ന ഒരു ജീവന്റെ പ്രകൃതമുണ്ട്, ഒരു പിതാവിന്റെ പ്രകൃതമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഇന്ന് രാത്രി ആ വലയമായി നിൽക്കുന്ന എല്ലാ സ്വയത്തിലെ ശക്തികളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഞങ്ങൾ എത്ര ശാസിച്ചാലും അത് പോകത്തില്ല. ഇന്ന് രാത്രി സ്വയം ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മൊരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശില്പി നേരെ കാണും എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരെ കാണും നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ നിന്ദയമാകും ശരീരം
ശരീരം അവൻ രൂപേ നൽകുമ്പോൾ എന്തല്ലെല്ലാം മാറിയിടുന്നേ. യേശു ക്രിസ്തു ജയദേവത്തിന് ഹല്ലേലൂയ പാടാം.